സത്യം പറഞ്ഞോ, ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്റെ ഇമേജ് സ്പോയിൽ ചെയ്യാൻ എത്ര രൂപ തരാന്ന് അവർ ഓഫർ ചെയ്ത്? ഇനി എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി? മീഡിയയുടെ മുന്നിൽ പ്രഹസനമാണോ? അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ഇങ്ങനെ കാശുണ്ടാക്കിയിട്ടാണോ നീ നിന്റെ മോനെ വളർത്തുന്നത്? അല്ല, ശരിക്കും ഇവൻ നിന്റെ മോൻ തന്നെയാണോ? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. കുടുംബത്തിന്റെ മാനം തന്നെ അങ്ങ് പോയി. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. എടുക്കാനുള്ളൊക്കെ എടുത്തോ. അപ്പോഴേക്ക് അച്ഛനൊരു പ്രധാന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. വീട്ടിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചതുപോലെ എന്നെ ലണ്ടനിലേക്ക് പറഞ്ഞുവിടാൻ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു. മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അനുസരിക്കേണ്ടി വന്നു. നീലിമയുടെയും അവളുടെ കാമുകൻ ആദിയുടെയും വിവാഹം നടക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിവാഹത്തിനു മുൻപ് നീലിമയ്ക്ക് ആരോ ഒരാളുമായി കിടക്ക പങ്കിടേണ്ടി വന്നു. അവൻ ആരാണെന്നോ എന്താണെന്നോ പോലും നീലിമയ്ക്ക് അറിയില്ലായിരുന്നു. ലഹരി ബോധം മറച്ച ആ രാത്രിയിൽ അവളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഒരാഴ്ചയിൽ എൻഗേജ്മെന്റ് വെച്ചിട്ട് എന്ത് വലിയ പാപോ ഞാൻ എന്റെ ആദിയോട് ചെയ്തത്. ആരോ വാതിലിൽ ശക്തമായി ഇടിക്കുന്നത് കേട്ട് ഞെട്ടിയ നീലിമ തന്റെ വസ്ത്രങ്ങൾ വാരിയെടുത്ത് ധരിച്ച ശേഷം അവൾ വാതിൽ തുറന്നു. എന്നാൽ അവൾക്ക് മുൻപിൽ നിന്നിരുന്നത് നീലിമയുടെ പ്രതിശ്രുത വരൻ ആദിയായിരുന്നു. നിന്നെ പോലെ ഒരുത്തിയാണല്ലോ ഞാൻ ഇത്രയും കാലം പ്രാണനെ പോലെ സ്നേഹിച്ചത്. എന്റെ ജീവിതം ഇല്ലാതാക്കിയ ആ ഒരുത്തൻ ആരാണ്? അവനിപ്പോ എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നായാലും എനിക്ക് അറിയുക തന്നെ വേണം. നീലിമ കാത്തിരുന്ന ആ ഒരാൾ അവനായിരുന്നു സിദ്ധാർത്ഥ്. അന്നത്തെ രാത്രിയിൽ നീലിമയുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്ന സിദ്ധാർത്ഥ് വൈകിയാണെങ്കിലും അയാൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞിരുന്നു. ആ രാത്രിയിൽ തനിക്കൊപ്പം ചെലവഴിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷേ താൻ ചെയ്തത് പൊറുക്കാനാകാത്ത തെറ്റാണെന്ന ചിന്ത അവനെ ഇന്നും വേട്ടയാടുന്നു. ലഹരിക്ക് അടിമപ്പെട്ട് തിരുത്താനാകാത്തൊരു തെറ്റ് ചെയ്തിട്ട് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. കുടിച്ചത് കൂടിപ്പോയി എന്നത് ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്നെനിക്കറിയാം. ഇന്ന് എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ വെറുപ്പ് തോന്നുന്നു. ഈ ലോകത്തെവിടെയാണെങ്കിലും അവളെ കണ്ടുപിടിച്ച് മാപ്പ് ചോദിക്കണം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. പക്ഷേ ഇപ്പൊ അവൾ എവിടെയായിരിക്കും? സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ നീണ്ട 5 വർഷങ്ങൾ അപ്പോഴേക്കും കടന്നുപോയിരുന്നു. നീലിമയുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അന്നത്തെ രാത്രിയിൽ നടന്ന ചതിയുടെ സമ്മാനമായി നീലിമയ്ക്കൊരു മകൻ ജനിച്ചിരുന്നു, അശ്വിൻ എന്ന അച്ചു. അച്ചുവിന് ഇന്ന് 4 വയസ്സാകുന്നു. കുസൃതി കുടുക്കയായ അവനാണ് നീലിമയുടെ സ്ട്രെസ് ബസ്റ്റർ. ഒരു ദിവസം അച്ചുവിന്റെ കുസൃതികൾക്ക് പിറകെ ഓടുമ്പോഴാണ് അവളെ തേടി ആ ഫോൺ കോൾ എത്തിയത്. ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് നീലിമയുടെ മുഖം ചുവന്നു. ആരായിരുന്നു അത്? എന്താണ് നീലിമയെ വിളിക്കുന്ന ആ ഒരാൾക്ക് പറയാനുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാൻ നീലിമ മടിക്കുന്നത്? ഞാൻ ജീവനോടെയുള്ള കാര്യം അച്ഛൻ ഓർമ്മയുണ്ടോ? പതിവില്ലാതെ കോള് കണ്ടുകൊണ്ട് ചോദിച്ചതാ. ഞാൻ വിളിച്ചത് നിന്റെ അനിയത്തിയുടെ കല്യാണം ക്ഷണിക്കാനാ. വരനെ നിനക്ക് നന്നായിട്ട് അറിയാം. വേറെ ആരുമല്ല, നമ്മുടെ ആദ്യ തന്നെ. എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണത്തിന് ഞാൻ വരില്ല. ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല, നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നീ വരണം. പറ്റില്ല എന്നാണെങ്കിൽ ശരി, അത് നിന്റെ ഇഷ്ടം. തന്റെ ജീവിതം തകർത്ത അഞ്ജലിയുടെ വിവാഹത്തിന് പോകണ്ട എന്ന് നീലിമ ആദ്യം കരുതിയെങ്കിലും നീലിമ അറിയേണ്ട ഒരു രഹസ്യം സമയമാകുമ്പോൾ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവളെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചു. എന്തായിരിക്കും മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ രഹസ്യം? അതറിയണമെങ്കിൽ മുത്തശ്ശി എത്രയും വേഗം കാണണം. ഒടുവിൽ മകൻ അശ്വിനൊപ്പം ഇന്ത്യയിലേക്ക് പോകാൻ അവൾ തീരുമാനിക്കുന്നു. അമ്മേ, എനിക്കൊന്ന് വാഷ്റൂം പോകണം. വേഗം പോയിട്ട് വരണം കേട്ടോ. ഇതൊന്നും കേട്ടിട്ട് ഞാൻ പേടിക്കില്ലെന്ന് കേശവന്മാരെ വിളിച്ച് പറഞ്ഞേക്ക്. ഒരുപാട് ശത്രുക്കളെ ഫേസ് ചെയ്തിട്ട് തന്നെയാ ഞാൻ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത്. അത് മുന്നോട്ട് കൊണ്ടുപോവാനും ഈ സിദ്ധാർത്ഥനറിയാം. അവന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ.
രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. അവൻ പോലും അറിയാതെ ആ വാക്കുകൾ അച്ചുവിൽ നിന്നും പുറത്തേക്ക് വന്നു. അച്ഛാ, മോനെന്തെങ്കിലും പറഞ്ഞു? എന്റെ അച്ഛനല്ലേ? എനിക്കറിയാം എന്റെ അച്ഛൻ തന്നെയാണെന്ന്. ഏയ്, അച്ഛാ, ഞാൻ നിന്റെ അച്ഛനല്ല. കള്ളം പറയണ്ട, ഇത് തന്നെ എന്റെ അച്ഛൻ. ഏയ്, വിടോ. നിനക്ക് ഞാൻ പറഞ്ഞാ മനസ്സിലാവില്ലേ? സത്യം പറ, എന്നോട് ഇങ്ങനെ വന്ന് പറയാൻ ആരാ നിന്നെ പറഞ്ഞയച്ചത്? എന്റെ അച്ഛൻ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എടാ, അമ്മേ, ദേ അച്ഛൻ. സോറി സാർ, മോൻ അറിയാതെ പറഞ്ഞു പോയതാ. മോൻ വാ, നമുക്ക് പോ. വാ. സത്യം പറഞ്ഞോ, ആരാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എന്റെ ഇമേജ് സ്പോയിൽ ചെയ്യാൻ എത്ര രൂപ തരാന്ന് അവർ ഓഫർ ചെയ്തത്? ഇനി എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി? മീഡിയയുടെ മുന്നിൽ പ്രഹസനമാണോ? അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ഇങ്ങനെ കാശുണ്ടാക്കിയിട്ടാണോ നീ നിന്റെ മോനെ വളർത്തുന്നത്? അല്ല, ശരിക്കും ഇവൻ നിന്റെ മോൻ തന്നെയാണോ? ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. താൻ ആരായാലും എനിക്കെന്താടോ? സ്ത്രീകളോടും കുട്ടികളോടും ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കേ. ഇതൊന്നും തന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? എന്റെ വീട്ടിൽ പഠിപ്പിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ല, സ്വന്തം കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതോ നിനക്ക് തന്നെ അറിയില്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? ശരിയാ മിസ്റ്റർ, എനിക്കെന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എന്റെ മോനോട് ഒന്ന് പറഞ്ഞോളാം, നിന്നെപ്പോലൊരാളല്ല അവന്റെ അച്ഛനെന്ന്. ഒരു അപരിചിതൻ തന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞത് അവളുടെ മനസ്സിനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു. അച്ചു വാഷ്റൂമിൽ മറന്നുവെച്ച റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി. ബിസിനസ് എതിരാളികളുടെ എന്തോ പ്ലാനിംഗ് ആണെന്ന് കരുതിയ പെട്ടെന്ന് ആ കുഞ്ഞിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ. അവൻ കാണുക തന്നെ അവന്റെ അമ്മയോട് മാപ്പ് ചോദിക്കണം. ലഗേജൊക്കെ കളക്ട് ചെയ്ത് എയർപോർട്ടിൽ നിന്നും പുറത്തു വന്ന നീലിമയെ തന്റെ മുന്നിൽ കണ്ട കാഴ്ച വല്ലാതെ അസ്വസ്ഥയാക്കി. നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദിയുമായിരുന്നു. നീലിമയ്ക്ക് അവരോടൊപ്പം പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി നീലിമയെ ആ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അഞ്ജലിയായിരുന്നു. അഞ്ജലി, നീലിമയുടെ രണ്ടാനമ്മയിൽ അവളുടെ അച്ഛനുണ്ടായ അവളുടെ സഹോദരി. ചേച്ചി, ഒരു ഡ്രിങ്ക്സ് എടുക്കട്ടെ? വേണ്ട, എന്നാലൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആയാലോ? ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ലഹരി കലർത്തിയൊരു പാനീയം നീലിമയ്ക്ക് കൊടുത്തതും ബോധം പോയ നീലിമയെ അവളെപ്പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയായിരുന്ന ഏതോ ഒരുത്തന്റെ മുറിയിലേക്ക് തള്ളിയിട്ടതും അഞ്ജലിയായിരുന്നു. തങ്ങളെക്കാൾ വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. അതിനായി അമ്മയും മകളും ചേർന്നുണ്ടാക്കിയ പ്ലാനാണ് അവർ കരുതിയതിനേക്കാളും വലിയ രീതിയിൽ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത്. എങ്ങനെയുണ്ട് മോനെ? ഗംഭീരായിട്ടുണ്ട്. ചേച്ചി, ചേച്ചി നമ്മളെ എല്ലാരെയും ചതിച്ചു. അയ്യോ പാവം, ഈ ആദ്യം ചതിച്ചു. എന്താ നീ പറയുന്നേ? നിങ്ങള് വാ, എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. നീലിമ രാത്രിയിൽ ആരുടെയോ കൂടെ ഹോട്ടലിൽ ചിലവഴിച്ചു എന്ന് അഞ്ജലി പറഞ്ഞതനുസരിച്ചാണ് ആദിയും വാസുദേവനും രാവിലെ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത്. ലിഫ്റ്റ് വരെ ലേറ്റോ, സ്റ്റെപ്പ് കയറി പോവാം. വാ. ആദിയുമായി കോറിഡോറിലേക്ക് അവർ ഓടിയെത്തുമ്പോഴാണ് അഞ്ജലി പറഞ്ഞ നീലിമയുടെ മുറിയിൽ നിന്നും ഷർട്ട് ധരിച്ചുകൊണ്ടൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടത്. അതാരാണെന്നറിയാൻ ആദി ആ യുവാവിന്റെ പുറകെ പോയെങ്കിലും അപ്പോഴേക്കും അയാൾ ലിഫ്റ്റിൽ കയറിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുവാവ് ആരാണെന്നറിയാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഒരുപക്ഷെ അവിടെ വെച്ച് ആ യുവാവിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ അഞ്ജലിയുടെ ഈ പ്ലാൻ തന്നെ നടന്നുവെന്ന് വരില്ലായിരുന്നു. നീലിമയുടെ കണ്ണുനീരിനു മുമ്പിൽ അവൾ പറഞ്ഞതെല്ലാം ആദി വിശ്വസിച്ചേനെ. എന്നാൽ വിധി അവിടെയും അഞ്ജലിക്കൊപ്പം നിന്നു. പിന്നീട് നടന്നതെല്ലാം അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു.
താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നീലിമ തന്നെ ചതിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന ആദിയെ ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ അഞ്ജലി ഒപ്പം കൂടി. ആദിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഓ മതി, ഒന്ന് നിർത്താവോ? ഈ ഒരുമ്പെട്ടവള് കാരണം എന്റെ കുടുംബത്തിന്റെ മാനം തന്നെ അങ്ങ് പോയി. അച്ഛാ, ഞാൻ കാരണം എന്റെ ആദിയുടെയും കുടുംബത്തിൽ സമാധാനം ഇല്ലാതായെന്ന് പറഞ്ഞ് എന്റെ കുടുംബം ഒന്നാകെ എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണായിരിക്കും ശത്രു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാ സന്തോഷത്തോടെ പോവുകയായിരുന്ന എന്റെ ആദിയുടെയും ജീവിതം തകർക്കാൻ എന്റെ സഹോദരി തന്നെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ദേഷ്യം ഇരട്ടിയായി. എന്റെ മോന്റെ അടുത്ത് നിന്റെ അഭിനയൊന്നും വേണ്ട. അയ്യോ ചേച്ചി, എന്തൊക്കെയാ പറയുന്നേ? നീ നേടണമെന്ന് കരുതിയതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഞാൻ നിന്റെ കല്യാണം കൂടാൻ വന്നൊന്നുമല്ല. അയ്യോ, എനിക്ക് എന്റെ മുത്തശ്ശി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അയ്യോ, ആദ്യം ഇത് കേട്ടോ? ഞാൻ ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് സ്നേഹിച്ചിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ആദ്യക്ക് ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? കല്യാണം കഴിക്കാതെ ഒരു കുട്ടിയുമായിട്ട് വന്ന നിന്നേക്കാളും 1000 മടങ്ങും മിടുക്കി തന്നെയാ അഞ്ജലി. നീ എന്നോട് ചെയ്ത പോലൊന്നും ഒരു കാലത്തും ഇവളെന്നോട് ചെയ്യില്ല. ആദി പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും അയാൾ തന്റെ അമ്മയെ വഴക്കു പറഞ്ഞതാണെന്ന് അച്ചുവിന് മനസ്സിലായി. ദേ അങ്കിൾ, എന്റെ അമ്മയുടെ മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് ആരാട്ടറിയാൻ ഇടിച്ചു ചെറുക്കികളെ ഞാൻ. എന്തായാലും നല്ല പഠിപ്പാ കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാ? പിഴച്ചു പെറ്റവന്റെ വായിന്ന് പിഴച്ച വർത്താനല്ലേ വരൂ. ആദി ഇത് പറഞ്ഞു തീർന്നതും നീലിമയുടെ കൈ അവന്റെ കരണം പൊളിച്ചിരുന്നു. എയർപോർട്ടിൽ അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ലഭിച്ച ആ അടി അവന് വലിയ നാണക്കേടുണ്ടാക്കി. വികാരാധീനനായി നീലിമയെ തിരിച്ചടിക്കാൻ ചെന്ന ആദിയുടെ മുൻപിലേക്ക് തന്റെ അമ്മയെ രക്ഷിക്കാൻ പാഞ്ഞു ചെന്ന അച്ചുവിനെ ആദി വലിച്ചെറിഞ്ഞു. എന്നാൽ രക്ഷകനായ ഒരു കൈ നിലത്ത് വീഴാതെ അച്ചുവിനെ താങ്ങി നിർത്തി. ആ കൈകൾ മറ്റാരുടേതുമായിരുന്നില്ല, സിദ്ധാർത്ഥിന്റേതായിരുന്നു. ഒരുപക്ഷെ കാലം കാത്തുവെച്ച മുഹൂർത്തമായിരുന്നിരിക്കണമിത്. മറന്നുവെച്ച റുബിക്സ് ക്യൂബ് അച്ചുവിന് തിരിച്ചു കൊടുത്ത സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ആദിക്കരികിലേക്ക് ചെന്ന് അവനെ കുത്തിനു പിടിച്ചു. ഇത് കണ്ട നീലിമയും അഞ്ജലിയും ഒരുപോലെ ഞെട്ടി. എന്റെ മകന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ. സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാ പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തിയ സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സ് ആദ്യം ഒരടി മുന്നോട്ട് വെക്കാനാകാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തി. അവരുടെ ബലിഷ്ഠമായ കരങ്ങളിൽ ഒന്നനങ്ങാൻ പോലും ആവാതെ ആദി നിന്നു. അഞ്ജലിയുടെ ഒരുപാട് നേരത്തെ അപേക്ഷകൾക്കൊടുവിൽ ആദിയെ റിലീസ് ചെയ്യാൻ സിദ്ധാർത്ഥ് അവർക്ക് നിർദ്ദേശം നൽകി. ഏയ് വിട മോളെ, നിന്നോട് മോനെയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ. അതിനിടയില് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നീ എന്തിനാ വഴക്കുണ്ടാക്കി സമയം കളയുന്നത്? അമ്മയല്ല അച്ഛാ, ദേ ഇവരാ വഴക്കുണ്ടാക്കിയത്. മോനെ, ശരി, വിട്ടേക്ക്. വാ മോനെ, ആ ബാഗ് എടുത്തേക്ക്. തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു. സിദ്ധാർത്ഥ് അച്ചുവിനെയും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയയോടെ നോക്കി നിന്നു. ഇത് സുധാകരൻ, വാസുദേവന്റെ സുഹൃത്താണ്. പ്രായം 50 കഴിഞ്ഞ് മുടിയെല്ലാം പോയെങ്കിലും വിഗ് വെച്ച് ചെറുപ്പക്കാരനായിട്ടാണ് നടപ്പ്. വിദേശത്തു നിന്നും വരുന്ന നീലിമയെ സുധാകരന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാക്കു കൊടുത്തിരിക്കുകയാണ് വാസുദേവൻ. നീലിമ എവിടെ? എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? അവളും അവളുടെ ആ നശിച്ച ചെറുക്കനും കൂടി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഇതൊരു വലിയ പണക്കാരനും വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ കരുതിയത് അവള് വളച്ചെടുത്ത ഏതോ പുതിയ ആളാണെന്നാ. പക്ഷേ അവളുടെ ആ പിഴച്ച കൊച്ച് അവനെ അച്ഛാന്നാ വിളിച്ചത്. അതവളുടെ ഹസ്ബൻഡ് ആണെന്നാ തോന്നുന്നേ. എന്താ എന്താ പറഞ്ഞേ? ഹസ്ബൻഡോ? ടെൻഷൻ ആവാതെ സുധാകര, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. എങ്ങനെ? നിന്റെ മൂത്ത മകള് ഫോറിനിൽ നിന്ന് വരുമ്പോ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആ ഉറപ്പിന്റെ പുറത്തല്ലേ നീ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും
നിന്റെ പേരിൽ ചെയ്തത്. എന്നിട്ട് എന്നെ ചതിക്കാനാണോ പ്ലാൻ? നീ പേടിക്കേണ്ട സുധാകര. നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. നീലിമ നിനക്കുള്ളത് തന്നെയാണ്. അവളുടെ മുത്തശ്ശിയെ കാണാൻ പോയതായിരിക്കും. മുത്തശ്ശിയുടെ അടുത്തേക്കോ? ഇനി ആ കിളവി നീലിമയുടെ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയൂ. അയ്യോ, പിന്നെ എന്തായിരിക്കും നമ്മുടെ ഗതി? അയ്യോ, നീ പേടിക്കണ്ട. ആ കിളവിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തു വന്നാ നിന്റെ അച്ഛൻ ആരാണെന്ന് ശരിക്കും അവരറിയും. നീലിമയുടെ അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവിയെല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും. മോനൊരു കാര്യം ചെയ്യും, അഞ്ജലിയുമായി അവിടെ ചെന്ന് വേറെന്തെങ്കിലും പറഞ്ഞ് അവളെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. വാസുദേവൻ പറഞ്ഞത് കേട്ട് ആദിയും അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ അവിടെ നിന്നും ഇറങ്ങി. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താണ് അഞ്ജലി പറഞ്ഞ മുത്തശ്ശിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം? അത് നീലിമയെ അറിഞ്ഞാൽ എന്താവും സംഭവിക്കുക? നീലിമയുടെ അമ്മയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധാർത്ഥ്. അച്ചു വാ. തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധാർത്ഥ്. 5 വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത്. കണ്ടയുടനെ തന്നെ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നീലിമ ഒരുപാട് കരഞ്ഞു. മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ്. തന്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ കൊടുത്തിട്ടാണ് അവർ നീലിമയെ വളർത്തിയത്. പക്ഷേ വാസുദേവനെ പേടിച്ച് പലതും നീലിമയോട് തുറന്നു പറയാൻ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നില്ല. തന്റെ പേരക്കുട്ടിയെ അന്നാദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത്. മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണപൊട്ടിയൊഴുകി. മോനെ, നീലിമയെക്കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരു നാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. മുത്തശ്ശിയെ കണ്ട നീലിമയ്ക്ക് മനസ്സിന് ചെറിയൊരു ആശ്വാസം തോന്നി. തന്റെ തറവാട്ടിലെ ഭൂതകാല സ്മരണകളിലേക്ക് അവളുടെ മനസ്സറിയാതെ സഞ്ചരിച്ചു. അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു. മുത്തശ്ശിയുടെ മുൻപിലേക്ക് വന്ന അഞ്ജലി പുതിയ നാടകത്തിനുള്ള കളമൊരുക്കുകയായിരുന്നു. കൃത്രിമ സ്നേഹത്തോടുകൂടി അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായി കണ്ടിട്ട്. സുഖമായിട്ടിരിക്കുന്നില്ലേ? ആദിയെയും അഞ്ജലിയെയും അവിടെ കണ്ട നീലിമയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചുവെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. എയർപോർട്ടിൽ നടന്നതൊക്കെ ഇവൾ ഇത്ര പെട്ടെന്ന് മറന്നോ? നാശങ്ങള് ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അല്പ സമാധാനം കിട്ടിയേനെ. ചേച്ചി ശരിയാക്കി തരുന്നുണ്ട്. ചേച്ചി എന്താ നേരെ ഇങ്ങോട്ട് വന്നേ? അച്ഛൻ ചേച്ചിയെ കാണാതെ അവിടെ കാത്തിരിക്കുക. ഒന്ന് വന്ന് കണ്ടിട്ട് പോയിക്കൂടെ? ഒന്നുമല്ലെങ്കിലും പ്രായമായിട്ടുള്ള ഒരാളല്ലേ ചേച്ചി. എവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെയെന്ന്? ഹസ്ബൻഡോ? അതേ മുത്തശ്ശി, ആ ചേട്ടനല്ലേ ചേച്ചി എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്? ഹസ്ബൻഡ് ആണോ മോളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയത്? അതേ മുത്തശ്ശി, അതാ എന്റെ അച്ഛൻ. പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോയത്. കണ്ടില്ലേ, നമ്മളെല്ലാവരും ചേച്ചിയുടെ നല്ലതല്ലേ ആഗ്രഹിക്കുന്നേ. ചേച്ചിക്ക് നമ്മളെ കുറിച്ച് യാതൊരു ചിന്തയില്ല. ചേച്ചി കല്യാണം കഴിച്ചതോ പറഞ്ഞില്ല. അത് പോട്ടെ മുത്തശ്ശി, ഇത്രയും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്ന മോളെ ഒന്ന് കാണണമെന്ന് നമ്മുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ ചേച്ചി? അതിനു വേണ്ടിയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നൂടെ ചേച്ചി? നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. മുത്തശ്ശി ഒന്ന് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. ഇത്രയും വർഷം കാണാത്തതുകൊണ്ട് അച്ഛൻ ചിലപ്പോ എല്ലാം മറന്നു കാണും. എന്ത് നടക്കുമെന്നറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലത്. നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നീ വീട്ടിലോട്ട് വാടി. അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും. പോവാ പ്ലീസ്, വാ ചേച്ചി. എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കളത്തരങ്ങളാണ് അഞ്ജലി പറഞ്ഞത്. ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്? താൻ എത്തിപ്പെടാൻ പോകുന്നത്
വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു. താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു. എന്നാൽ ആദി ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. വാസുദേവൻ പ്ലാൻ ചെയ്തതുപോലെ നീലിമയെ വയസ്സനായ സുധാകര മേനോനെ കൊണ്ട് എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിക്കുമോ? വാസുദേവന്റെ ചതി തിരിച്ചറിഞ്ഞ് നീലിമയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവുമോ? നീലിമയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ആദിയായിരിക്കുമോ? തന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് നീലിമ കണ്ടെത്തുമോ? തന്റെ യഥാർത്ഥ കുടുംബത്തിനായി സിദ്ധാർത്ഥ് മടങ്ങിയെത്തുമോ? മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച ആ രഹസ്യം ഒടുവിൽ നീലിമ അറിയുമോ? നീലിമ അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അഞ്ജലി അവിടേക്ക് ഓടി വന്നു. അതെ, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. അഞ്ജലി കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ അഞ്ജലി, ഇങ്ങനെ ഓടി വരാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? ഓ, ഞാൻ ആദ്യോടെ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ മുഖം മൂടി അഴിഞ്ഞു പോവുമല്ലോ അല്ലേ? നീലിമ പരിഹാസത്തോടെ ചോദിച്ചു. അത് കേട്ട് അഞ്ജലിയുടെ മുഖം വിളറിപ്പോയി. നീലിമ അത്രയും പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ആദിയും അഞ്ജലിയും ഗാർഡനിൽ തന്നെ നിന്നു. നീ എന്താ ആദി അവളോട് ചോദിച്ചത്? അഞ്ജലി ചോദിച്ചു. ഏയ്, അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമായിരുന്നു. അതൊക്കെ ഇനി എന്തിനാ അന്വേഷിക്കുന്നത്? ആദി മിണ്ടിയില്ല. ആദി, നമ്മുടെ വിവാഹ നിശ്ചയം ഉടനെ കാണുമെന്ന് അച്ഛൻ പറഞ്ഞേ. നിന്റെ വീട്ടില് ഈ കാര്യം സംസാരിക്കാൻ അച്ഛൻ പോകുന്നുണ്ടത്രേ. നന്നായി. ആദ്യ ഒരു ഒഴുക്കൻ മട്ടിലാണ് മറുപടി പറഞ്ഞത്. അവന്റെ മനസ്സിൽ നീലിമയോട് ഇപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉള്ളതുപോലെ അഞ്ജലിക്ക് ഇപ്പോൾ തോന്നി. എന്തായാലും നീലിമ ഇവിടെ ഉള്ളപ്പോ തന്നെ ആദ്യമായുള്ള തന്റെ വിവാഹം നടക്കണം. അവൾ സ്നേഹിച്ചിരുന്ന ആദിദേവ് അഞ്ജലിയെ താലി കെട്ടുന്നത് അവള് കാണണം. അഞ്ജലി ചിന്തിച്ചു. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ഇന്നാണ് ആദിയുടെയും അഞ്ജലിയുടെയും വിവാഹ നിശ്ചയം. വാസുദേവനും സത്യഭാമയും ഓടി നടന്ന് ഉത്സാഹത്തോടെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. വിവാഹ നിശ്ചയവേദിയിൽ നിൽക്കുകയായിരുന്നു ആദി. വാസുദേവൻ അപ്പോൾ അവിടേക്ക് വന്നു. മോനെ ആദി, അഞ്ജലിയെ താഴ്ത്തും തലയിലും വെക്കാതെയാ ഞാൻ വളർത്തിയത്. നിനക്കറിയാലോ? അറിയാം അങ്കിൾ. അവളെ പൊന്നുപോലെ നോക്കിക്കോണം കേട്ടോ. അവളുടെ മുഖമൊന്ന് വാടിയാ പോലും ഞാൻ സഹിച്ചെന്ന് വരില്ല. ആ പറഞ്ഞതിൽ നേരിയ ഭീഷണിയുള്ളതുപോലെ ആദിക്ക് തോന്നി. അങ്കിൾ പേടിക്കണ്ട, ഞാൻ അവളെ പൊന്നുപോലെ നോക്കും, പോരെ? ആദി വാസുദേവന്റെ കയ്യിൽ അമർത്തി ഉറപ്പ് കൊടുക്കുന്നത് പോലെ പറഞ്ഞു. മതി മോനെ. വാസുദേവൻ കണ്ണു തുടച്ചു. അയാൾക്ക് അഞ്ജലിയോട് മറ്റാരേക്കാളും സ്നേഹമുണ്ട് എന്ന് ആദിക്ക് മനസ്സിലായി. ഉടനെ എന്തോ ഓർത്ത് വാസുദേവൻ പറഞ്ഞു. ഇപ്പോ എന്റെ പേടി അതല്ല. നീലിമ ആ ചെക്കനെയും കൊണ്ട് നാട്ടിലേക്ക് വന്നത് ആകെ കുഴപ്പമായി. അടുത്ത ബന്ധുക്കൾക്ക് പോലും ഇതൊന്നും അറിയില്ല. എല്ലാവരോടും എന്ത് പറയുമെന്ന പേടി. അങ്കിള് ടെൻഷൻ ആവണ്ട, ആരും ഒന്നും അറിയില്ല. ആദി പറഞ്ഞു. ഹാ, പിന്നെ മോനെ, ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ടു. പുള്ളി വന്നാ ഒന്ന് പരിചയപ്പെട്ടേക്ക്. ഓക്കെ അങ്കിൾ. ആദി അത് പറഞ്ഞു തീർന്നതും അഞ്ജലിയും കൂട്ടി സത്യഭാമ അവിടേക്ക് വന്നു. അഞ്ജലി വളരെ സന്തോഷത്തിലായിരുന്നു. ആദിയുടെ കൈ അവൾ ചേർത്ത് പിടിച്ചു. ആദി, ഞാൻ ഈ നിമിഷത്തിന് എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? ഞാനും. ആദി പുഞ്ചിരിച്ചു. അഞ്ജലി അവന്റെ തോളിൽ ചാഞ്ഞു. വേദിയിലിരിക്കുന്ന ആദിയെയും അഞ്ജലിയും നോക്കിക്കൊണ്ട് നീലിമ സദസ്സിലേക്ക് വന്നു. കൂടെ അശ്വിനും ഉണ്ടായിരുന്നു. നീലിമ വരുന്നത് കണ്ട വാസുദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അല്ല, നീ ഇതെന്ത് ഭാവിച്ചാ ഈ ചെക്കനെയും കൂട്ടി വന്നത്? ഇതിനെ കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? വാസുദേവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. പിന്നെ എന്റെ മോനെ എനിക്ക് കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? നീലിമയും വാസുദേവനും സംസാരിക്കുന്നത് കണ്ട അഞ്ജലി വേദിയിൽ നിന്നിറങ്ങി അവിടേക്ക് വന്നു. എന്താച്ചാ, എന്തുപറ്റി? ഒന്നുമില്ല, മോള് പോയി ആദിക്കൊപ്പം ഇരിക്കെ, ചടങ്ങ് നടക്കട്ടെ, വാസുദേവൻ പറഞ്ഞു. അല്പസമയത്തിനകം ആദിയും അഞ്ജലിയും പരസ്പരം മോതിരമിട്ടു. നീലിമ അപ്പോൾ തന്റെയും ആദിയുടെയും വിവാഹ നിശ്ചയ ദിവസം ഓർത്തുപോയി. അവൾക്കപ്പോൾ എന്തോ അസ്വസ്ഥത തോന്നി. അവിടെ നിന്നും പോവാനായി അവൾ എഴുന്നേറ്റു. അമ്മ, എന്തുപറ്റി? അശ്വിൻ ചോദിച്ചു. ഒന്നുമില്ല അച്ചു, അമ്മയ്ക്കേ തലവേദനിക്കുന്നു, നീലിമ പറഞ്ഞു. അമ്മ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. നീലിമ എന്തെങ്കിലും പറയും മുൻപേ അശ്വിൻ ഓടിപ്പോയി. അവൻ എങ്ങോട്ടാ ഓടുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ നിന്നു. അശ്വിൻ അതിഥികൾക്ക് കുടിക്കാൻ വെച്ച ജ്യൂസുമായി തിരികെ വന്നു. അതവൻ അമ്മയ്ക്ക് നേരെ നീട്ടി. ഇന്നാ, അമ്മ ഇത് കുടിക്കേ.
അശ്വിൻ അവന്റെ കുഞ്ഞു കൈകൾ അമ്മയ്ക്ക് നേരെ നീട്ടി. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. സദസ്സിലെ ആ പ്രധാനപ്പെട്ട അതിഥി അപ്പോൾ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ചടങ്ങ് തീർന്നപ്പോൾ വാസുദേവൻ വീണ്ടും നീലിമയ്ക്ക് അരികിലേക്ക് വന്നു. വാസുദേവൻ ചുറ്റും നോക്കി. ബന്ധുക്കളൊക്കെ അഞ്ജലിയെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. നീ ഇവിടെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിനാ ഞാൻ മറുപടി പറയേണ്ടി വരുന്നത്. ഞാൻ ആരെയും നാണം കെടുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് മാത്രം ചടങ്ങിന് വന്നത്. നീലിമ അശ്വിനെയും കൂട്ടി തിരികെ നടന്നു. വാസുദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവൾ അവിടെ നിന്ന് പോയാൽ തന്റെ പദ്ധതികൾ പാളുമെന്ന് അയാൾക്ക് പേടിയുണ്ടായിരുന്നു. മോളെ, അച്ഛൻ പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ തല്ലിയതാ. എന്തായാലും നീ വന്നതല്ലേ, ചടങ്ങ് തീരും വരെ ഇരിക്കെ. നീലിമ അത് കേട്ട് സദസ്സിൽ തന്നെ ഇരുന്നു. എന്താ അവിടെ പ്രശ്നം? ആദ്യ ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല. ചേച്ചി ആ കൊച്ചിനെയും കൂട്ടി വന്നത് അച്ഛന് ഇഷ്ടായില്ല, അത്ര തന്നെ. നീലിമ അശ്വിനൊപ്പം തിരികെ വീട്ടിലേക്ക് പോവാനായി എഴുന്നേറ്റു. അപ്പോഴേക്കും വാസുദേവൻ അവിടേക്ക് വന്നു. ഒപ്പം ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ആളുമുണ്ട്. നീലിമ അയാളെയും അച്ഛനെയും നോക്കി. കുറച്ചു മുന്നേ തന്നോട് മോശമായി പെരുമാറിയ ആളെ അല്ലായിരുന്നു അപ്പോൾ അച്ഛൻ. മോളെ, ഇത് സുധാകര മേനോൻ, വലിയ ബിസിനസ്മാനൊക്കെയാ. നീലിമയെ നോക്കി വാസുദേവൻ പറഞ്ഞു. മിസ്റ്റർ സുധാകരൻ, ഇത് എന്റെ മൂത്ത മോൾ നീലിമ വാസുദേവ്. അച്ഛൻ ആദ്യമായിട്ടാണ് തന്റെ പേരിനൊപ്പം വാസുദേവന് ചേർക്കുന്നത്. അതു കേട്ടപ്പോൾ തന്നെ നീലിമയ്ക്ക് എന്തോ കുഴപ്പം വരാൻ പോകുന്നത് പോലെ തോന്നി. നീലിമ സംശയത്തോടെ അച്ഛനെ നോക്കി. മിസ്റ്റർ വാസുദേവൻ, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. 2 മക്കളും സുന്ദരികളാണല്ലോ. നീലിമയ്ക്ക് അയാളുടെ നോട്ടം കണ്ടപ്പോൾ അറപ്പ് തോന്നി. അതെ സുധാകര, ഇളയവളെ നല്ലൊരുത്തനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവളെ കൂടി ഒരാളെ ഏൽപ്പിച്ചാൽ സമാധാനമായി. വാസുദേവൻ വളരെ സ്നേഹമുള്ള അച്ഛനെ പോലെ അഭിനയിക്കുന്നത് നീലിമ നോക്കി നിന്നു. മോളെ പരിചയപ്പെടാനാ സുധാകരൻ വന്നിരിക്കുന്നത്. വാസുദേവൻ പറഞ്ഞു. എന്നെയോ? എന്തിന്? അത് മോളെ, നിന്റെയും സുധാകരന്റെയും വിവാഹം അച്ഛൻ തീരുമാനിച്ചു. ഇത് നടക്കില്ലച്ചാ, നീലിമ തറപ്പിച്ചു പറഞ്ഞു. അശ്വിൻ നീലിമയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അവനെ കണ്ട സുധാകര മേനോന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി. നീലിമ സുധാകരനെ നോക്കി. അങ്കിൾ, അച്ഛൻ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്താ വാസുദേവ ഇത്? ഈ കുട്ടിയോട് ചോദിക്കാതെയാണോ താൻ എന്നെ ഇവിടേക്ക് വരുത്തിയത്? സുധാകരൻ ചോദിച്ചു. വാസുദേവൻ അതിനു മറുപടി പറയാതെ തല താഴ്ത്തി. നീലിമ തുടർന്നു. പിന്നെ എനിക്കൊരു മകനുണ്ട്. അത് അച്ഛൻ പറഞ്ഞിരുന്നോ? നീലിമ ചോദിച്ചു. സുധാകര മേനോൻ വാസുദേവനെ നോക്കി. എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത്? താൻ എന്നോട് എന്തും പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? സുധാകര മേനോൻ ചോദിച്ചു. എടോ, അത് പിന്നെ... മതി, ഞാൻ ഇറങ്ങുക. താൻ എന്നെ വിളിച്ചു വരുത്തി മോളുടെ വാലിരിക്കുന്ന മുഴുവൻ കേൾപ്പിച്ചല്ലോ, അത് തന്നെ ധാരാളം. സുധാകരൻ ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞു. അയ്യോ സുധാകര, നിക്ക്, താൻ പിണങ്ങാതെ. ഞാനല്ലേ തന്നോട് വാക്കു പറഞ്ഞത്? എന്റെ മൂത്തമോൾ തനിക്കുള്ളതാടോ. എത്രയും പെട്ടെന്ന് താനുമായി അവളുടെ വിവാഹം നടക്കും, പോരെ? ഞാനല്ലേ പറയുന്നേ, വാസുദേവൻ പറഞ്ഞു. പെട്ടെന്ന് സദസ്സിന്റെ പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്നാൽ അതൊന്ന് കാണുമല്ലോ മിസ്റ്റർ വാസുദേവൻ. അത് കേട്ട് അഞ്ജലിയും ആദ്യം ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മാറി. അവനെ അവിടെ കണ്ട് നീലിമ അമ്പരന്നു. ഈ കുരിശ് ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, നീലിമ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥനെ കണ്ട അശ്വിൻ ഡാഡി എന്നും വിളിച്ച് അയാളുടെ അരികിലേക്ക് ഓടി. വാസുദേവൻ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. സിദ്ധാർത്ഥ് വിശ്വ ഗ്രൂപ്പിന്റെ അവകാശിയാണെന്ന് വാസുദേവൻ അറിയാമായിരുന്നു. പ്രധാനപ്പെട്ട അതിഥിയായി അവനെ അയാളാണ് ക്ഷണിച്ചത്. പക്ഷേ സിദ്ധാർത്ഥ് എത്തിയത് ഈ തിരക്കിനും വഴക്കുകൾക്കുമിടയിൽ അയാൾ അറിഞ്ഞില്ല. എന്റെ പെണ്ണിനെ വേറൊരു ചെറുക്കൻ അന്വേഷിക്കാൻ നീയൊക്കെ ആരാ? അവന്റെ ഉറച്ച ശബ്ദം കേട്ട് ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവന്റെ നോട്ടം കണ്ടപ്പോൾ ആദിക്ക് ചെറിയ പേടി തോന്നി. ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ആദി പറഞ്ഞു. നീലിമയ്ക്ക് ആദിയുടെ പേടി കണ്ട് ഉള്ളിൽ ചിരി പൊട്ടി. സ്വന്തം മോളെ നിങ്ങളുടെ അത്ര തന്നെ പ്രായമുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കാൻ നോക്കാൻ നാണുല്ലേ വാസുദേവൻ? അല്ല, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഒറ്റയ്ക്ക് വരണ്ടെന്ന്. ഒന്നിച്ച് വന്നാ പോരായിരുന്നോ? ഒരു കാര്യവും പറഞ്ഞ അനുസരിക്കരുത് കേട്ടോ. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി പറഞ്ഞു. നീലിമ, സിദ്ധാർത്ഥ വിശ്വനാഥാണോ ഇവന്റെ അച്ഛൻ? നീലിമ മറുപടി പറഞ്ഞില്ല.
അപ്പോ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക്? ഇത് എന്റെ മകനാണ്. സിദ്ധാർത്ഥ് അശ്വിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അഞ്ജലിയും ആദ്യം ഒഴികെയുള്ള എല്ലാവരും അപ്പോഴും അമ്പരപ്പ് മാറാതെ നിൽക്കുകയായിരുന്നു. സോറി സാർ, സാറിന്റെ ഭാര്യയാണ് നീലിമയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് സുധാകര മേനോൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. ചടങ്ങ് കഴിഞ്ഞില്ലേ, വാ പോവാം. അവൻ നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ ഹോളിന്റെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, എന്താ മാഡം, പേടിച്ചുപോയോ? അന്ന് എന്നോട് കാണിച്ച ധൈര്യവും അഹങ്കാരവും ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. പിന്നെ പേടിക്കാൻ ഇയാൾ ആരാ? അല്ല അതുപോട്ടെ, താൻ എന്തിനാ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നേ? നീലിമ ചോദിച്ചു. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തതല്ല, ദേ ഈ കുഞ്ഞിന് വേണ്ടി ഇടപെട്ടത്. ഓ, വലിയ ഉപകാരം സർ. ഇത്രയായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ? അതൊക്കെ പോട്ടെ, അന്ന് ടാക്സി ചാർജൊക്കെ എറിഞ്ഞിട്ടല്ല പോയത്. ഇന്നത്തെ ഹെൽപ്പിന് എനിക്ക് എത്രയാ തരാൻ പോകുന്നത്? സിദ്ധാർത്ഥ് അവളോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ടാണ് അത് ചോദിച്ചത്. നീലിമ ആകെ വല്ലാതെയായി. അവൾ അവന്റെ അരികിൽ നിന്നും അല്പം മാറി നിൽക്കാൻ ശ്രമിച്ചു. അവൾ അശ്വിനെയും കൂട്ടി ഒഴിഞ്ഞൊരു കസേരയിൽ ചെന്നിരുന്നു. ചേച്ചിക്ക് ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? അഞ്ജലി ചോദിച്ചത് കേട്ട് നീലിമ തിരിഞ്ഞു നോക്കി. അഞ്ജലി അങ്ങോട്ട് വന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കുന്നേ? ഒരു തരത്തിലും സ്വസ്ഥത തരില്ലേ? ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഓ, വലിയ പണക്കാരൻ കൂടെ ഉള്ളത് കൊണ്ടാവുമല്ലേ? ദേ, നീ നിന്റെ കാര്യം നോക്ക്, എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴാദ്യം ഉണ്ടോ? അഞ്ജലി ചോദിച്ചു. അശ്വിൻ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നീലിമ മറുപടി പറഞ്ഞില്ല. അഞ്ജലി നീലിമയുടെ അരികിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി, ചെറുപ്പം മുതലേ ചേച്ചിക്കെല്ലാം ബെസ്റ്റാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാദ്യമായാലും ദേ ഇപ്പോ അയാളായാലും. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് നല്ല അസൂയുണ്ട്. നീലിമ മിണ്ടിയില്ല. ചേച്ചി എന്താ ഒന്നും പറയാത്തത്? പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നപ്പോൾ നീലിമ അസ്വസ്ഥയായി. നിനക്കിപ്പോ എന്താ വേണ്ടത്? അവൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, ചേച്ചി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കണ്ടാ മതി. മതി, നിർത്ത്. എന്താ നിനക്കിപ്പോ പ്രശ്നം? നീലിമ ചോദിച്ചു. പ്രശ്നം ചേച്ചിക്കല്ലേ, എന്നോട് എന്തിനെപ്പോഴും ചൂടാവുന്നേ? ആദ്യമായി ഞാൻ അടുത്താണോ പ്രശ്നം? അവൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ചേച്ചി അവനെ ചതിച്ചപ്പോ ഞാൻ കൂടെ നിന്നതുകൊണ്ട് മാത്രം അവൻ എന്നെ സ്നേഹിച്ചത്. അവൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല. അതിന് ഞാനിപ്പോ എന്ത് വേണം? നീലിമ ചോദിച്ചു. നീ അധികം നെഗളിക്കണ്ട ചേച്ചി. നിന്റെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞാ ആ സിദ്ധാർത്ഥ നിന്നെ തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീലിമ ഒരു നിമിഷം വല്ലാതെയായി. കാരണം അശ്വിൻ ഇതെല്ലാം കേട്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ചെറിയ കുട്ടി ആയിരുന്നാലും അശ്വിൻ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് നീലിമ ഭയന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? നീലിമ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അത് മനസ്സിലാക്കി അഞ്ജലി ചോദിച്ചു. ചേച്ചി ഇപ്പോഴും ആദ്യം സ്നേഹിക്കുന്നുണ്ടല്ലേ? മതി, നിർത്ത്. എത്ര ഷൗട്ട് ചെയ്താലും ചേച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ആദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അവനെ ചേച്ചിക്ക് മറക്കാൻ കഴിയില്ല. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. നീലിമ നിയന്ത്രണം വിട്ട് ഒച്ച വെച്ചു. പെട്ടെന്ന് അഞ്ജലി നിലത്തേക്ക് വീണു. പുറമേ നിന്ന് കാണുന്നവർ അവളെ നീലിമ തള്ളിയിട്ടതാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. നീലിമ അമ്പരന്ന് പോയി. അപ്പോഴാണ് അഞ്ജലിയുടെ പ്ലാൻ അവൾക്ക് മനസ്സിലായത്. എന്തിനാ ചേച്ചി എന്നിങ്ങനെ ദ്രോഹിക്കുന്നെ? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? നീ ചതച്ചപ്പോൾ ആദ്യയുടെ കൂടെ നിന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അഞ്ജലി നിലത്ത് നിന്ന് എഴുന്നേൽക്കാതെ ചോദിച്ചു. നീലിമ വല്ലാതെയായി. സദസ്സിലിരിക്കുന്ന എല്ലാവരും അഞ്ജലി പറഞ്ഞത് കേട്ടിരുന്നു. എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൾ അത്രയും ഉറക്കെ സംസാരിച്ചതും. നീലിമ അമ്പരന്ന് നിൽക്കെ ആദിയും വാസുദേവനും അവിടേക്ക് ഓടി വന്നു. അയ്യോ അഞ്ജലി, എന്തു പറ്റി? ആദി ഓടി വന്ന് അവളെ പിടിച്ചു. നീലിമയ്ക്ക് അവനോട് പുച്ഛം തോന്നി. മോളെ, എന്താ ഉണ്ടായേ? വാസുദേവൻ അഞ്ജലി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ചേച്ചി തള്ളിയിട്ടതാ അച്ഛ. അഞ്ജലി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എടി ഒരുമ്പെട്ടവളെ, ഏത് നശിച്ച നേരത്താണോ എന്തോ നിന്നെ തിരികെ വിളിക്കാൻ തോന്നിയത്. ഉടനെ അശ്വിൻ പറഞ്ഞു. ഈ ആന്റി കള്ളം പറയുന്നതാ, എന്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല. നീലിമയ്ക്ക് അത് കേട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്ത് ഉമ്മ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ അവൾക്ക് തോന്നി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവിടെ എത്തി. അവൻ അശ്വിനെ ചേർത്ത് പിടിച്ചിട്ട് അഞ്ജലിയെ രൂക്ഷമായി നോക്കി. അഞ്ജലിക്ക് അവന്റെ നോട്ടം കണ്ടപ്പോൾ പേടി തോന്നി. അഞ്ജലി അവനോട് പറഞ്ഞു. സർ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനൊന്നും ചെയ്തിട്ടില്ല.
എന്റെ ഫിയാൻസി ആദ്യം ചേച്ചിയും കുഞ്ഞിലെ മുതൽ ഒന്നിച്ചാ വളർന്നത്. അതിന് ചില കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു, അല്ലാതെ വഴക്കൊന്നുമല്ല. അതേപ്പറ്റി എന്ത് സംസാരിച്ചു എന്നാ പറയുന്നത്? സിദ്ധാർത്ഥ ചോദിച്ചു. അത് ചേച്ചിയും ആദ്യം സ്നേഹത്തിലായിരുന്നു. അവരുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരുന്നതാ. ഇപ്പോഴും ചേച്ചിക്ക് ആദ്യം ഇഷ്ടമാണ്. അതുകൊണ്ട് എന്നോട് വെറുപ്പാ. അതാ സത്യം. അഞ്ജലി വളരെ ഭംഗിയായ ഒരു കള്ളം പറഞ്ഞു. ഇവനാണോ ആദ്യം? കൊള്ളാം. എന്തായാലും ഇവളുടെ പഴയ ചോയ്സ് തീരെ പോരാ. ഇത് കേട്ട് ആകെ ചമ്മിപ്പോയ അഞ്ജലിയെ നോക്കി അവൻ തുടർന്നു. എന്തായാലും ആദ്യ കൃത്യമായി ലോ ലെവലിൽ തന്നെ എത്തിയല്ലോ. ഇപ്പോഴാ ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയത്. സിദ്ധാർത്ഥ് വീണ്ടും ചിരിച്ചു. അഞ്ജലിയും ആദ്യവും നാണിച്ചു തല താഴ്ത്തി. സിദ്ധാർത്ഥ് അത്ര നന്നായി സംസാരിക്കുന്ന ഒരാളാണെന്ന് അവർക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി ആദ്യയും അഞ്ജലിയും നോക്കി പറഞ്ഞു, തമാശ വിട്ടിട്ട് ഇനി ഞാനൊരു കാര്യം പറയാം. എപ്പോഴും ഞാൻ ഒരുപോലെ ക്ഷമിച്ചെന്ന് വരില്ല. കുടുംബം അടക്കമില്ലാതാക്കി കളയുന്ന. ഇത് പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. അപ്പോഴേക്കും നീലിമയ്ക്ക് തല കറങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കൈകളിലേക്ക് അവൾ കുഴഞ്ഞു വീണു. ചുറ്റുമുള്ളവർ ഓടിവന്ന് അവളെ താങ്ങിയെടുത്തു. കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു നീലിമ. ഹാ, നീ എണീറ്റോ? വാസുദേവൻ ചോദിച്ചു. നീലിമ അതിനു മറുപടി പറയാതെ വീണ്ടും അശ്വിനെ വിളിച്ചു. മോനെ അച്ചു. വിളിക്കണ്ട, അവനിവിടെ ഇല്ല. അഞ്ജലിക്കൊപ്പം വീട്ടിലേക്ക് പോയി. വാസുദേവൻ പറഞ്ഞു. എന്തിനാ അവളുടെ കൂടെ എന്റെ മോനെ പറഞ്ഞു വിട്ടത്? നിനക്ക് ബോധം വരുന്നവരെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ട കാര്യം എന്താ? അച്ഛന് പെട്ടെന്ന് അശ്വിനോട് എന്തെത്ര സ്നേഹമെന്ന് നീലിമ ആലോചിച്ചു. അയാൾ തുടർന്നു. അവനിങ്ങ് വന്നോളൂ. അല്ല, നീയും സിദ്ധാർത്ഥ വിശ്വയുമായി എന്താ ശരിക്കും ബന്ധം? ഇത് കേട്ടപ്പോൾ അച്ഛൻ എന്തിനാണ് സ്നേഹം നടിച്ചുകൊണ്ട് തന്റെ അരികിലിരിക്കുന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. അശ്വിനെ അവർ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥിനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അടുപ്പവും തനിക്കില്ല. എന്നാ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും വയ്യ. അശ്വിൻ ഇപ്പോ തന്നെ അമ്മയെ കാണാതെ പേടിച്ച് കരഞ്ഞു തുടങ്ങിക്കാണും. അവൾ ചിന്തിച്ചു. എന്തായാലും സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തന്നെ നീലിമ തീരുമാനിച്ചു. ഗൂഗിളിൽ തിരഞ്ഞ് അവൾ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് കണ്ടുപിടിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അവൾ അവിടേക്ക് ചെന്നു. എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ വിശ്വനാഥനൊന്ന് കാണുമായിരുന്നു, നീലിമ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഇല്ല, അത്യാവശ്യമാണ്, ഒന്ന് കണ്ടേ പറ്റൂ. നോക്കൂ മാഡം, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എനിക്ക് നിങ്ങൾ അകത്തേക്ക് വിടാൻ പറ്റില്ല. സോറി. വൈകുന്നേരം വരെ അവൾക്ക് ആ ഇരിപ്പ് തുടരേണ്ടി വന്നു. സിദ്ധാർത്ഥ ഓഫീസിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടപ്പോൾ നീലിമ അവന്റെ അരികിലേക്ക് നടന്നു. പക്ഷേ അവൻ നീലിമയെ ശ്രദ്ധിച്ചില്ല. അവൾ അടുത്ത് ചെന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മറ്റൊരു വഴിയിലൂടെ കാറിലേക്ക് കയറിയിരുന്നു. അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ നീലിമ മറ്റൊന്നും ചിന്തിക്കാതെ സിദ്ധാർത്ഥിന്റെ കാറിന് മുന്നിലേക്ക് ചാടി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. അയാൾ പറഞ്ഞു, മാഡം, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എനിക്ക് സാറിനൊന്ന് കാണണം, അവൾ പറഞ്ഞു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ അയാൾ വഴക്ക് പറയും എന്നുറപ്പാണ്. മാഡം, സാറ് കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ പിന്നെ വരൂ. അയ്യോ, അത് പറ്റില്ല, വളരെ അത്യാവശ്യമാണ്, സാറിനോടൊന്ന് പറയാമോ? ഇത് കേട്ട് ഡ്രൈവർ സിദ്ധാർത്ഥിനെ നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഡ്രൈവർ അവനോട് കാര്യം പറഞ്ഞു. ഞാനിപ്പോ തിരക്കിലാണെന്ന് പറ, അവൻ പറഞ്ഞു. ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടിയിട്ട് അത് അവളോടും പറഞ്ഞു. അവൾ സിദ്ധാർത്ഥിനെ കാണാതെ പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ നിസ്സഹായനായി പിൻ സീറ്റിലേക്ക് നോക്കി. അവളോട് കാറിനുള്ളിൽ കയറാൻ പറ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ട് ഡ്രൈവർ പുറത്തിറങ്ങി ചെന്ന് നീലിമയോട് പറഞ്ഞു. കാറിലേക്ക് കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം കാര്യം പറഞ്ഞിട്ട് പോകും മാഡം, എനിക്കൊരു സഹായം വേണം, അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു. നിനക്ക് സഹായമോ? കൊള്ളാമല്ലോ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് കണ്ടപ്പോ പറഞ്ഞത്. സോറി സർ, സഹായം ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അവൾ പുറത്തിറങ്ങി ഡോർ അടച്ചു. പെട്ടെന്ന് വെയിലിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിലല്ലാതെ അച്ഛൻ മറ്റെവിടെയും അശ്വിനെ പാർപ്പിക്കാൻ സാധ്യതയില്ല എന്നവൾക്ക് തോന്നി. CCTV ദൃശ്യങ്ങളിൽ പെടാതെ നീലിമ അകത്തു കടന്നു. അപ്പോഴാണ്
അഞ്ജലിയും ആദിയും അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത്. അവർ രണ്ടുപേരും അശ്വിനെ കാണാനായി പോകുകയാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവർക്കൊപ്പം പോകുവാൻ തീരുമാനിച്ചു. അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ അതേയുള്ളൂ ഇനിയൊരു മാർഗം. അഞ്ജലിയും ആദിയും ഉടനെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നാലെ അവർ കാണാതെ നീലിമയും. ആദിയുടെ കാർ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് ഓട്ടോയിലിരുന്ന നീലിമ കണ്ടു. അവൾ അവർക്ക് പിന്നാലെ ചെന്നു. അപ്പോഴേക്കും അഞ്ജലിയും ആദിയും ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരുന്നു. നീലിമ അവരുടെ പിറകെ പോവാൻ ശ്രമിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് അവളെ തടഞ്ഞു. ഞാൻ ഒരാൾ കാണാൻ വന്നതാണ്, നീലിമ പറഞ്ഞു. എന്നാ ആളുടെ പേര് പറയൂ. റിസപ്ഷനിസ്റ്റ് വിടാനുള്ള ഭാവമില്ല. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. നീലിമ എഴുന്നേറ്റ് നേരെ ചെന്ന് റിസപ്ഷനിസ്റ്റിനെ കണ്ടു. ഹലോ, ഞാൻ വന്നത് ഒരു ജോലിക്കാരെ സംസാരിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസറെ കാണാനാണ്, നീലിമ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അത് വിശ്വസിച്ചു. അവർ വിളിച്ചു പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ നീലിമയെ അകത്തേക്ക് വിളിപ്പിച്ചു. അവൾ ആകാംക്ഷയോടെ അകത്തേക്ക് നടന്നു. കുട്ടി, നിനക്ക് പറ്റിയ ജോലിയല്ല ഇത്, സൂപ്പർവൈസർ നീലിമയോട് പറഞ്ഞു. എനിക്ക് പറ്റും സർ, ട്രസ്റ്റ് മീ, നീലിമ പറഞ്ഞു. അവളുടെ മുഖം ക്ഷീണം കൊണ്ട് വിളറിയിരുന്നു. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. പക്ഷേ അവളുടെ വേഷം കണ്ടാൽ വെയിറ്റർ ജോലി അന്വേഷിച്ചു വന്ന ഒരാളായി തോന്നുന്നില്ലായിരുന്നു. എങ്കിലും സൂപ്പർവൈസർ അവളോട് പറ്റില്ലെന്ന് പറഞ്ഞില്ല. ശരി, എങ്കിലൊരു കാര്യം ചെയ്യൂ. കുട്ടി നാളെ മുതൽ ജോലിക്ക് വന്നോളൂ, നമുക്ക് നോക്കാം. എനിക്ക് ഈ ഹോട്ടലൊന്ന് ചുറ്റിക്കണ്ടാ കൊള്ളാവുന്നുണ്ട്, നീലിമ ചോദിച്ചു. അശ്വിൻ ഏതു മുറിയിലാണെന്നറിയാൻ ഹോട്ടൽ മൊത്തം തിരഞ്ഞു പറ്റൂ എന്നവൾക്കറിയാമായിരുന്നു. സൂപ്പർവൈസർ അത് കേട്ട് എന്തോ ആലോചിച്ചു നിന്നു. ചോദിച്ചത് അബദ്ധമായി പോയെന്ന് നീലിമയ്ക്ക് തോന്നി. അത് പിന്നെ സർ, എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട നാളെ ജോലിക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും, അതുകൊണ്ടാ, നീലിമ പറഞ്ഞു. ജോലിയോടുള്ള അവളുടെ ആത്മാർത്ഥത കണ്ട് സൂപ്പർവൈസർക്ക് സന്തോഷം തോന്നി. ഹോട്ടലിലെ ജോലിക്കാരിയായ മറ്റൊരു പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ച് അയാൾ നീലിമയെ പരിചയപ്പെടുത്തി. സാന്ദ്ര, ഇത് നീലിമ, പുതിയതായി ജോലിക്ക് വന്നതാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, സൂപ്പർവൈസർ പറഞ്ഞു. ഓക്കെ സർ, സാന്ദ്ര പറഞ്ഞു. നീലിമയെ നോക്കി സാന്ദ്ര ചിരിച്ചു. സാന്ദ്രയുടെ ഒപ്പം നീലിമ കയറിപ്പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൾ തന്നെ കാണാനും വീണ്ടും എന്തെങ്കിലും സഹായം ചോദിക്കാനും വേണ്ടിയാകും അവിടേക്ക് വന്നതെന്ന് അവൻ ചിന്തിച്ചു. അതെ, CCTV ഒക്കെയുള്ള കൺട്രോൾ റൂം എവിടെയാ? നീലിമ പെട്ടെന്ന് ചോദിച്ചു. എന്തിനാ കുട്ടിക്ക് അത്? അല്ലടോ, ഇപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെയല്ലേ എല്ലാവരും പോകുന്നേ, അപ്പോ അതല്ല ആദ്യം കാണേണ്ടത്, നീലിമ ചോദിച്ചു. സംശയത്തോടെ അവളെ ഒന്ന് നോക്കിയെങ്കിലും സാന്ദ്ര കൺട്രോൾ റൂം എവിടെയാണെന്ന് അവൾക്ക് പറഞ്ഞുകൊടുത്തു. അവിടെ ഒരു മുറിക്ക് മുന്നിൽ മാത്രം 2 ബോഡിഗാർഡ് കാവൽ നിൽക്കുന്നതായി അവൾ കണ്ടു. ഉറപ്പായും അശ്വിൻ അതിലുണ്ടാവും. ആ മുറിയിൽ കയറാൻ എന്താ വഴി? നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു വെയിറ്റർ ട്രോളിയുമായി ആ മുറിയിലേക്ക് പോകാൻ ഭാവിക്കുന്നത് അവൾ കണ്ടത്. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ന്യൂ ജോയിനിയാണ്. നിങ്ങൾ വളരെ ക്ഷീണിച്ചല്ലോ, ഇത്തിരി നേരം റെസ്റ്റ് എടുത്തോളൂ, ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം, നീലിമ പറഞ്ഞു. അത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. അവളുടെ വെയിറ്റർ വേഷം കണ്ടപ്പോൾ അയാൾ മറുത്തു പറഞ്ഞില്ല. അവൾ ഉടനെ ആഹാരം നിറച്ച ട്രോളിയും തള്ളിക്കൊണ്ട് ബോഡി ഗാർഡ്സിന് അരികിലേക്ക് നടന്നു. ചെക്കിങ്ങിന് ശേഷം അവൾ മുറിയിലേക്ക് കയറി. മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. നീലിമ ചെന്ന് ലൈറ്റ് ഇട്ടു. അവിടെയെല്ലാം തിരഞ്ഞിട്ടും അവൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരെവിടെയാണോ എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത്? നീലിമ ചിന്തിച്ചു. എല്ലായിടത്തും ഒന്നുകൂടെ തിരഞ്ഞ ശേഷം നിരാശയോടെ നീലിമ അവിടെ നിന്നും മടങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുളിമുറിയിൽ നിന്നും ആരോ കുളിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ഉള്ളിൽ ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കാണുന്നതിന് മുൻപ് പുറത്തിറങ്ങാൻ അവൾ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണുടഞ്ഞു. കുളിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് ഈ ശബ്ദം കേട്ട് ടവലെടുത്ത് പുതച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. സിദ്ധാർത്ഥിനെ കണ്ട് നീലിമ അമ്പരന്ന് പോയി. എന്റെ ദേവി, പിന്നെ ഞാൻ ഈ കാലന്റെ കയ്യിലാണല്ലോ വന്ന് പെട്ടത്, നീലിമ മനസ്സിൽ പറഞ്ഞു. നിലത്ത് വീണ് കിടക്കുന്ന നീലിമയെ സിദ്ധാർത്ഥ് കണ്ടു. അവൾ തന്നെ തേടി ആ മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ അവളെ രൂക്ഷമായി നോക്കി. നീലിമയ്ക്ക് വല്ലാത്ത പേടി തോന്നി. അശ്വിനെ അവർ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. സിദ്ധാർത്ഥിനോട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള അടുപ്പവും തനിക്കില്ല. എന്നാ ഈ അവസ്ഥയിൽ പറയാതിരിക്കാനും വയ്യ.
അശ്വിൻ ഇപ്പോ തന്നെ അമ്മയെ കാണാതെ പേടിച്ച് കരഞ്ഞു തുടങ്ങിക്കാണും. അവൾ ചിന്തിച്ചു. എന്തായാലും സിദ്ധാർത്ഥിനെ ചെന്ന് കാണാൻ തന്നെ നീലിമ തീരുമാനിച്ചു. ഗൂഗിളിൽ തിരഞ്ഞ് അവൾ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസ് കണ്ടുപിടിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ അവൾ അവിടേക്ക് ചെന്നു. എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ് വിശ്വനാഥനൊന്ന് കാണണമായിരുന്നു, നീലിമ പറഞ്ഞു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഇല്ല, അത്യാവശ്യമാണ്, ഒന്ന് കണ്ടേ പറ്റൂ. നോക്കൂ മാഡം, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ എനിക്ക് നിങ്ങൾ അകത്തേക്ക് വിടാൻ പറ്റില്ല. സോറി. വൈകുന്നേരം വരെ അവൾക്ക് ആ ഇരിപ്പ് തുടരേണ്ടി വന്നു. സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടപ്പോൾ നീലിമ അവന്റെ അരികിലേക്ക് നടന്നു. പക്ഷേ അവൻ നീലിമയെ ശ്രദ്ധിച്ചില്ല. അവൾ അടുത്ത് ചെന്നപ്പോഴേക്കും സിദ്ധാർത്ഥ് മറ്റൊരു വഴിയിലൂടെ കാറിലേക്ക് കയറിയിരുന്നു. അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ നീലിമ മറ്റൊന്നും ചിന്തിക്കാതെ സിദ്ധാർത്ഥിന്റെ കാറിന് മുന്നിലേക്ക് ചാടി. ഡ്രൈവർ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി. അയാൾ പറഞ്ഞു, മാഡം, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? എനിക്ക് സാറിനൊന്ന് കാണണം, അവൾ പറഞ്ഞു. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് ഡ്രൈവർക്ക് മനസ്സിലായി. പക്ഷേ സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ അയാൾ വഴക്ക് പറയും എന്നുറപ്പാണ്. മാഡം, സാറ് കുറച്ച് തിരക്കിലാണ്, നിങ്ങൾ പിന്നെ വരൂ. അയ്യോ, അത് പറ്റില്ല, വളരെ അത്യാവശ്യമാണ്, സാറിനോടൊന്ന് പറയാമോ? ഇത് കേട്ട് ഡ്രൈവർ സിദ്ധാർത്ഥിനെ നോക്കി. ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഡ്രൈവർ അവനോട് കാര്യം പറഞ്ഞു. ഞാനിപ്പോ തിരക്കിലാണെന്ന് പറ, അവൻ പറഞ്ഞു. ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടിയിട്ട് അത് അവളോടും പറഞ്ഞു. അവൾ സിദ്ധാർത്ഥിനെ കാണാതെ പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ഡ്രൈവർ നിസ്സഹായനായി പിൻ സീറ്റിലേക്ക് നോക്കി. അവളോട് കാറിനുള്ളിൽ കയറാൻ പറ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഇത് കേട്ട് ഡ്രൈവർ പുറത്തിറങ്ങി ചെന്ന് നീലിമയോട് പറഞ്ഞു. കാറിലേക്ക് കയറാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മനസ്സ് മാറുന്നതിന് മുമ്പ് വേഗം കാര്യം പറഞ്ഞിട്ട് പോകും മാഡം, എനിക്കൊരു സഹായം വേണം, അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു. ഇത് കേട്ട് സിദ്ധാർത്ഥ് പൊട്ടിച്ചിരിച്ചു. നിനക്ക് സഹായമോ? കൊള്ളാമല്ലോ, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുൻപ് കണ്ടപ്പോ പറഞ്ഞത്. സോറി സർ, സഹായം ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ലായിരുന്നു. അവൾ പുറത്തിറങ്ങി ഡോർ അടച്ചു. പെട്ടെന്ന് വെയിലിലേക്ക് ഇറങ്ങിയതുകൊണ്ട് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിലല്ലാതെ അച്ഛൻ മറ്റെവിടെയും അശ്വിനെ പാർപ്പിക്കാൻ സാധ്യതയില്ല എന്നവൾക്ക് തോന്നി. CCTV ദൃശ്യങ്ങളിൽ പെടാതെ നീലിമ അകത്ത് കടന്നു. അപ്പോഴാണ് അഞ്ജലിയും ആദിയും അങ്ങോട്ട് വരുന്നത് അവൾ കണ്ടത്. അവർ രണ്ടുപേരും അശ്വിനെ കാണാനായി പോകുകയാണെന്ന് മനസ്സിലാക്കിയ നീലിമ അവർക്കൊപ്പം പോകുവാൻ തീരുമാനിച്ചു. അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം കണ്ടുപിടിക്കാൻ അതേയുള്ളൂ ഇനിയൊരു മാർഗം. അഞ്ജലിയും ആദിയും ഉടനെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നാലെ അവർ കാണാതെ നീലിമയും. ആദിയുടെ കാർ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി പോകുന്നത് ഓട്ടോയിലിരുന്ന നീലിമ കണ്ടു. അവൾ അവർക്ക് പിന്നാലെ ചെന്നു. അപ്പോഴേക്കും അഞ്ജലിയും ആദിയും ഹോട്ടലിന്റെ അകത്തേക്ക് കയറിയിരുന്നു. നീലിമ അവരുടെ പിറകെ പോവാൻ ശ്രമിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റ് അവളെ തടഞ്ഞു. ഞാൻ ഒരാൾ കാണാൻ വന്നതാണ്, നീലിമ പറഞ്ഞു. എന്നാ ആളുടെ പേര് പറയൂ. റിസപ്ഷനിസ്റ്റ് വിടാനുള്ള ഭാവമില്ല. പെട്ടെന്ന് അവൾക്കൊരു ബുദ്ധി തോന്നി. നീലിമ എഴുന്നേറ്റ് നേരെ ചെന്ന് റിസപ്ഷനിസ്റ്റിനെ കണ്ടു. ഹലോ, ഞാൻ വന്നത് ഒരു ജോലിക്കാരെ സംസാരിക്കാൻ നിങ്ങളുടെ സൂപ്പർവൈസറെ കാണാനാണ്, നീലിമ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അത് വിശ്വസിച്ചു. അവർ വിളിച്ചു പറഞ്ഞപ്പോൾ സൂപ്പർവൈസർ നീലിമയെ അകത്തേക്ക് വിളിപ്പിച്ചു. അവൾ ആകാംക്ഷയോടെ അകത്തേക്ക് നടന്നു. കുട്ടി, നിനക്ക് പറ്റിയ ജോലിയല്ല ഇത്, സൂപ്പർവൈസർ നീലിമയോട് പറഞ്ഞു. എനിക്ക് പറ്റും സർ, ട്രസ്റ്റ് മീ, നീലിമ പറഞ്ഞു. അവളുടെ മുഖം ക്ഷീണം കൊണ്ട് വിളറിയിരുന്നു. അയാൾക്ക് അവളോട് സഹതാപം തോന്നി. പക്ഷേ അവളുടെ വേഷം കണ്ടാൽ വെയിറ്റർ ജോലി അന്വേഷിച്ചു വന്ന ഒരാളായി തോന്നുന്നില്ലായിരുന്നു. എങ്കിലും സൂപ്പർവൈസർ അവളോട് പറ്റില്ലെന്ന് പറഞ്ഞില്ല. ശരി, എങ്കിലൊരു കാര്യം ചെയ്യൂ, കുട്ടി നാളെ മുതൽ ജോലിക്ക് വന്നോളൂ, നമുക്ക് നോക്കാം. എനിക്ക് ഈ ഹോട്ടലൊന്ന് ചുറ്റിക്കണ്ടാ കൊള്ളാവുന്നുണ്ട്, നീലിമ ചോദിച്ചു. അശ്വിൻ ഏത് മുറിയിലാണെന്നറിയാൻ ഹോട്ടൽ മൊത്തം തിരഞ്ഞു പറ്റൂ എന്നവൾക്ക് അറിയാമായിരുന്നു. സൂപ്പർവൈസർ അത് കേട്ട് എന്തോ ആലോചിച്ചു നിന്നു. ചോദിച്ചത് അബദ്ധമായി പോയെന്ന് നീലിമയ്ക്ക് തോന്നി. അത് പിന്നെ സർ, എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട നാളെ ജോലിക്ക് കയറുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും, അതുകൊണ്ടാ, നീലിമ പറഞ്ഞു. ജോലിയോടുള്ള അവളുടെ ആത്മാർത്ഥത കണ്ട് സൂപ്പർവൈസർക്ക് സന്തോഷം തോന്നി. ഹോട്ടലിലെ ജോലിക്കാരിയായ മറ്റൊരു പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ച് അയാൾ നീലിമയെ പരിചയപ്പെടുത്തി. സാന്ദ്ര, ഇത് നീലിമ, പുതിയതായി ജോലിക്ക് വന്നതാണ്.
കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സൂപ്പർവൈസർ പറഞ്ഞു. ഓക്കെ സർ. സാന്ദ്ര പറഞ്ഞു. നീലിമയെ നോക്കി സാന്ദ്ര ചിരിച്ചു. സാന്ദ്രയുടെ ഒപ്പം നീലിമ കയറി പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു. അവൾ തന്നെ കാണാനും വീണ്ടും എന്തെങ്കിലും സഹായം ചോദിക്കാനും വേണ്ടിയാകും അവിടേക്ക് വന്നതെന്ന് അവൻ ചിന്തിച്ചു. അതെ, CCTV ഒക്കെയുള്ള കൺട്രോൾ റൂം എവിടെയാ? നീലിമ പെട്ടെന്ന് ചോദിച്ചു. എന്തിനാ കുട്ടിക്ക് അത്? അല്ലടോ, ഇപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെയല്ലേ എല്ലാവരും പോകുന്നേ. അപ്പോ അതല്ല ആദ്യം കാണേണ്ടത്. നീലിമ ചോദിച്ചു. സംശയത്തോടെ അവളെ ഒന്ന് നോക്കിയെങ്കിലും സാന്ദ്ര കൺട്രോൾ റൂം എവിടെയാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ ഒരു മുറിക്ക് മുന്നിൽ മാത്രം 2 ബോഡിഗാർഡ് കാവൽ നിൽക്കുന്നതായി അവൾ കണ്ടു. ഉറപ്പായും അശ്വിൻ അതിലുണ്ടാവും. ആ മുറിയിൽ കയറാൻ എന്താ വഴി? നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു വെയിറ്റർ ട്രോളിയുമായി ആ മുറിയിലേക്ക് പോകാൻ ഭാവിക്കുന്നത് അവൾ കണ്ടത്. അവൾ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ന്യൂ ജോയിനിയാണ്. നിങ്ങൾ വളരെ ക്ഷീണിച്ചല്ലോ. ഇത്തിരി നേരം റെസ്റ്റ് എടുത്തോളൂ. ഇത് ഞാൻ കൊണ്ടുകൊടുക്കാം. നീലിമ പറഞ്ഞു. അത് കേട്ട് അയാൾ അവളെ ഒന്ന് നോക്കി. അവളുടെ വെയിറ്റർ വേഷം കണ്ടപ്പോൾ അയാൾ മറുത്തു പറഞ്ഞില്ല. അവൾ ഉടനെ ആഹാരം നിറച്ച ട്രോളിയും തള്ളിക്കൊണ്ട് ബോഡി ഗാർഡ്സിന് അരികിലേക്ക് നടന്നു. ചെക്കിങ്ങിന് ശേഷം അവൾ മുറിയിലേക്ക് കയറി. മുറിയിൽ വെളിച്ചമില്ലായിരുന്നു. നീലിമ ചെന്ന് ലൈറ്റ് ഇട്ടു. അവിടെയെല്ലാം തിരഞ്ഞിട്ടും അവൾക്ക് മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവരെവിടെയാണ് എന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചിരിക്കുന്നത്? നീലിമ ചിന്തിച്ചു. എല്ലായിടത്തും ഒന്നുകൂടെ തിരഞ്ഞ ശേഷം നിരാശയോടെ നീലിമ അവിടെ നിന്നും മടങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുളിമുറിയിൽ നിന്നും ആരോ കുളിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. ഉള്ളിൽ ഒരു പുരുഷനാണെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾ തന്നെ കാണുന്നതിന് മുൻപ് പുറത്തിറങ്ങാൻ അവൾ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് അവളുടെ കൈ തട്ടി മേശപ്പുറത്തിരുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണുടഞ്ഞു. കുളിച്ചുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് ഈ ശബ്ദം കേട്ട് ടവലെടുത്ത് പുതച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. സിദ്ധാർത്ഥിനെ കണ്ട് നീലിമ അമ്പരന്ന് പോയി. എന്റെ ദേവി, പിന്നെ ഞാൻ ഈ കാലന്റെ കയ്യിലാണല്ലോ വന്ന് പെട്ടത്. നീലിമ മനസ്സിൽ പറഞ്ഞു. നിലത്ത് വീണ് കിടക്കുന്ന നീലിമയെ സിദ്ധാർത്ഥ് കണ്ടു. അവൾ തന്നെ തേടി ആ മുറിയിലേക്ക് വന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല. അവൻ അവളെ രൂക്ഷമായി നോക്കി. നിന്നെക്കൊണ്ട് വലിയ ശല്യമായല്ലോ. നീ എവിടെ എത്തിയോ? നാശം, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് നീലിമ എഴുന്നേറ്റ് നിന്നു. സി മിസ്റ്റർ സിദ്ധാർത്ഥ്, സത്യമായിട്ടും ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. വേറൊരു ആവശ്യത്തിന് വന്നതാ. എന്റെ മുറിയില് അങ്ങനെ എന്താവശ്യം നിനക്ക്? സിദ്ധാർത്ഥന്റെ ചോദ്യത്തിന് നീലിമ മറുപടി പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി, നീ എന്നോട് പിന്നെയും ഹെൽപ്പ് ചോദിച്ചു വന്നതല്ലേ. സത്യം പറ. അല്ല, സത്യം. നോക്കൂ സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളെ തേടി വന്നതല്ല. എന്റെ മോൻ ഈ മുറിയിൽ കാണുന്ന വിചാരിച്ച് അവൻ അന്വേഷിച്ചു വന്നതാ. വന്നപ്പോ അവൻ ഇല്ലെന്ന് മനസ്സിലായി. തിരിച്ചു പോകുന്ന വഴി ഈ ഫ്ലവർ വേസ് കൈതട്ടി നിലത്തു വീണു. അത്രയാണ് സംഭവിച്ച്, നീലിമ പറഞ്ഞു. നീലിമ പുറത്തെ കോറിഡോറിലെത്തി. അപ്പോൾ അതിലൂടെ സാന്ദ്ര വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് VIP ഏരിയ ആണ്. ഇവിടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കാൻ പാടില്ല. താൻ വാ, കുറെ സ്ഥലം ഇനിയും കാണാനുണ്ട്. നീലിമ അത് കേട്ട് സാന്ദ്രയുടെ ഒപ്പം നടന്നു. അപ്പോൾ മുറിയിൽ തന്റെ ബോഡി ഗാർഡുമായി സംസാരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അവൾ എങ്ങനെ മുറിയിൽ കയറി? സർ, ആ കുട്ടി ഇവിടുത്തെ സ്റ്റാഫാണ്. ഇന്ന് ജോലിക്ക് ചേർന്നതാ. അതാ ഞങ്ങൾ അകത്തേക്ക് വിട്ടത്. ബോഡി ഗാർഡിൽ ഒരാൾ പറഞ്ഞു. ജോലിക്കോ? നിങ്ങള് ശരിക്കും അന്വേഷിച്ചോ? യെസ് സർ, ശരിക്കും അന്വേഷിച്ചതാ. ആ കുട്ടി ജോലിക്ക് വന്നതാണ്, ബോഡി ഗാർഡ് ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം ചിന്തിച്ചു. കുഞ്ഞിനെ അന്വേഷിച്ചു വന്നു എന്നാണ് തന്നോട് പറഞ്ഞത്. അപ്പോൾ അവൾ വീണ്ടും കള്ളം പറഞ്ഞിരിക്കുന്നു. അവരുടെ അടുത്തുള്ള മുറിയിൽ നിന്ന് ആരൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന് അങ്ങനെ ബഹളം കേൾക്കുന്നത് ഇഷ്ടമല്ല. അവന് ദേഷ്യം വരാൻ തുടങ്ങി. ഇത് മാനേഴ്സ് ഇല്ലാത്ത ടീം. ആരാണെന്ന് പോയി നോക്ക്, സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ പറഞ്ഞു. ശരി സർ. ബോഡിഗാർഡ് പുറത്തേക്ക് ചെന്നിട്ട് ശബ്ദം കേട്ട മുറിയുടെ വാതിൽ തട്ടി. അപ്പോൾ അകത്തു നിന്നും ഒരാൾ ഇറങ്ങി വന്നു. എന്തൊരു ശബ്ദമാണത്? അടുത്തുള്ള മുറിയിലൊക്കെ ആളുകളുണ്ടെന്നറിയില്ലേ? ഒരല്പം മാനേഴ്സ് കാണിച്ചൂടെ? ബോഡിഗാർഡ് ചോദിച്ചു. ക്ഷമിക്കണം, ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ പയ്യനുണ്ട്. അവൻ ഈ മാനേഴ്സ് ഒന്നും അറിയില്ലല്ലോ, അതാ. ഇനി ഉണ്ടാവില്ല. ഗുണ്ടയെ പോലെ തോന്നിക്കുന്ന അയാൾ പറഞ്ഞു. ബോഡിഗാർഡ് കൂടുതലൊന്നും സംസാരിക്കാതെ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് തിരിച്ചു വന്നു. അത് അവരുടെ കൂടെയുള്ള ഒരു കൊച്ചുകുട്ടി കരയുന്നതാ സർ. അതെന്താ കുട്ടി കരയുന്നത്? അവരുടെ കൂടെ സ്ത്രീകൾ ആരുമില്ലേ?
ഇല്ലെന്ന് തോന്നുന്നു, ബോഡിഗാർഡ് പറഞ്ഞു. പെട്ടെന്ന് നീലിമ മകനെ കാണാനില്ലെന്ന് പറഞ്ഞ കാര്യം സിദ്ധാർത്ഥിന് ഓർമ്മ വന്നു. അവൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ മുറിയിലുള്ളത് അവളുടെ മകനായിരിക്കണം. അവിടെ ചെന്ന് നോക്കാൻ തന്നെ സിദ്ധാർത്ഥ് തീരുമാനിച്ചു. ഉടനെ അവൻ മുറിയിൽ നിന്നിറങ്ങി. എന്നിട്ട് അടുത്ത മുറിയുടെ വാതിൽ തട്ടി. അപ്പോൾ വീണ്ടും അതേ ആൾ വന്ന് വാതിൽ തുറന്നു. ആ കുട്ടി എന്തിനാ കരയുന്നത്? അതിന്റെ അമ്മ കൂടെയല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. കുട്ടികളാവുമ്പോ കരയും, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? സിദ്ധാർത്ഥ് അയാളെ പിന്നിലേക്ക് പിടിച്ചു തള്ളി. അയാൾ പിന്നിലേക്ക് വീണപ്പോൾ വാതിൽ മലർക്കെ തുറന്നു. ആ മുറിയിൽ ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന ഒന്നിലധികം പുരുഷന്മാർ ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അശ്വിനെ അയാൾ കണ്ടു. ഒരാൾ അശ്വിന്റെ വായ പൊത്തിപ്പിടിച്ചിട്ടുണ്ട്. അപരിചിതനായ ഒരാൾ മുറിയിലേക്ക് കടന്നു വന്നത് കണ്ട് അയാൾ പെട്ടെന്ന് കൈയെടുത്തു. കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ രക്തം തിളച്ചു. അവൻ അകത്തേക്ക് ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഗുണ്ട പിടിവിട്ട് നിലത്തേക്ക് വീണു. അശ്വിൻ അവശനായിരുന്നു. അവൻ ഡാഡി എന്ന് വിളിച്ചു കരഞ്ഞു. ആ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവനോട് അതിയായ വാത്സല്യം തോന്നി. അശ്വിനെ ബോഡിഗാർഡ്സിന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം സിദ്ധാർത്ഥ് തന്റെ ബെൽറ്റ് ഊരിയെടുത്ത് ആ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും പൊതിരെ തല്ലി. അത്രയും പ്രിയപ്പെട്ട ആരെയോ വേദനിപ്പിച്ചതുപോലെയായിരുന്നു സിദ്ധാർത്ഥിന്റെ അപ്പോഴത്തെ ഭാവം. അത് കണ്ട് ബോഡിഗാർഡ് പരസ്പരം നോക്കി. അശ്വിനെ മുറിയിൽ കൊണ്ടു ചെന്നാക്കിയ ശേഷം സിദ്ധാർത്ഥ് നീലിമയെക്കുറിച്ച് ചിന്തിച്ചു. അവൾ പറഞ്ഞ കാര്യം വിശ്വസിച്ചിരുന്നുവെങ്കിൽ കുഞ്ഞിനെ നേരത്തെ തന്നെ രക്ഷിക്കാമായിരുന്നുവെന്ന് അവന് തോന്നി. അശ്വിൻ, അവരെന്തിനാ മോനെ ഇവിടെ കൊണ്ടുവന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് അവരില്ലേ ഡാഡി, അമ്മ തള്ളിയിട്ടെന്ന് പറഞ്ഞ ആ ആന്റി ഇല്ലേ, അവരെന്നെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടത്. ഡാഡി, അവരെ ഒന്നും കണ്ടിട്ട് ഞാൻ പേടിച്ചില്ല. അതെന്താണെന്നറിയോ? ഡാഡി എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ചിരിച്ചു. അവർക്ക് എന്നെ അമ്മ ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന. ഗ്രാൻഡ്പ അമ്മ എപ്പോഴും വഴക്കു പറയും. അത് കേട്ട് നീലിമയുടെ അവസ്ഥ ഏകദേശം സിദ്ധാർത്ഥിന് മനസ്സിലായി. സാരമില്ല, നിനക്ക് അമ്മയുടെ നമ്പർ അറിയില്ലേ? എന്നാ ഇതില് വിളിച്ച് നിന്നെ കൊണ്ടുപോവാൻ വരാൻ പറ. അശ്വിൻ അത് കേട്ട് താല്പര്യമില്ലാത്ത മട്ടിൽ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ കോള് കണക്റ്റ് ആയില്ല. അതോടെ അശ്വിൻ ആകെ സങ്കടത്തിലായി. അമ്മയെ ഫോണിൽ കിട്ടുന്നില്ല ഡാഡി, എനിക്ക് എന്റെ അമ്മയെ കാണണം, അശ്വിൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെയാ? ശബ്ദമുയർത്തി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവന്റെ കരച്ചിൽ കൂടുകയുള്ളൂവെന്ന് സിദ്ധാർത്ഥിന് തോന്നി. അവന് ശരിക്കും അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് സിദ്ധാർത്ഥ് അശ്വിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അച്ചു. ആദ്യമായാണ് അവൻ അശ്വിനെ അത്ര സ്നേഹത്തോടെ വിളിക്കുന്നത്. അശ്വിൻ അത് കേട്ട് അവനെ നോക്കി. ആ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവന്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോൻ പേടിക്കണ്ട, ചിലപ്പോ അമ്മയുടെ ഫോണിന് എന്തെങ്കിലും ഇഷ്യൂ കാണും. ഒരു കാര്യം ചെയ്യാം, മോൻ ഇന്നിവിടെ എന്റെ കൂടെ താമസിക്കേ. നാളെ രാവിലെ അമ്മ എന്തായാലും നിന്നെ അന്വേഷിച്ചു വരും. അശ്വിൻ അത് കേട്ട് കരച്ചിൽ നിർത്തി അവനെ നോക്കി. ശരിക്കും ഞാനിന്ന് ഡാഡിയുടെ കൂടെയാണോ? അവൻ വീണ്ടും ഡാഡി എന്ന് വിളിച്ചപ്പോൾ സിദ്ധാർത്ഥ് അസ്വസ്ഥനായി. പക്ഷേ അവനത് പുറമെ പ്രകടിപ്പിച്ചില്ല. അതോടെ അശ്വിന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. മോൻ കിടന്നുറങ്ങിക്കോ, സിദ്ധാർത്ഥ് അവന്റെ കവിളിൽ തടവി പറഞ്ഞു. അശ്വിൻ മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ നോക്കി നിൽക്കുകയാണ്. അവനെ കിടക്കയിൽ കിടത്തിയിട്ട് സിദ്ധാർത്ഥ് പറഞ്ഞു, ഇനി മോൻ ഉറങ്ങിക്കോ. പക്ഷേ അവൻ ഉറങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഇനി എന്താ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഡാഡി കിടന്നിട്ടേ ഞാനും കിടക്കുന്നുള്ളൂ. മോനെ, എനിക്ക് കുറച്ച് ജോലികൾ തീർക്കാനുണ്ട്, മോൻ കിടന്നോ. സിദ്ധാർത്ഥ് തന്റെ അസ്വസ്ഥത പുറത്ത് കാണിക്കാതെ പറഞ്ഞു. എന്നാ ഞാനും കിടക്കുന്നില്ല. മറുത്തെന്തെങ്കിലും പറഞ്ഞാൽ അശ്വിൻ വീണ്ടും കരയാൻ തുടങ്ങും. ഞാനും കിടക്കാം, വാ, സിദ്ധാർത്ഥ് ഗതിയില്ലാതെ പറഞ്ഞു. അശ്വിന് ഉത്സാഹം കൂടി. സിദ്ധാർത്ഥ് അല്പം അസ്വസ്ഥതയോടെ ബെഡിൽ വന്ന് കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. അശ്വിൻ ഉടനെ അവന്റെ നെഞ്ചിലേക്ക് കയറി കിടന്നു. സിദ്ധാർത്ഥിന് അത് തടയാൻ കഴിഞ്ഞില്ല. അവൻ ചിന്തിച്ചു, പാവം കുഞ്ഞ്, അവന്റെ അച്ഛനെ കണ്ട സന്തോഷത്തിലാണ്. താൻ അവന്റെ അച്ഛനാണെന്ന് അശ്വിൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അതോർത്തപ്പോൾ
സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ചെറിയ വേദന തോന്നി. അവൻ ഒരു കൈകൊണ്ട് അശ്വിനെ ചേർത്ത് പിടിച്ചു. അയാൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് തനിക്ക് ഈ കുഞ്ഞിനോട് ഒരു ആത്മബന്ധം തോന്നുന്നത്? ഹോട്ടലിലെ മുകൾ നിലയിൽ ഒരു മുറിയിൽ ആദിയുടെ ഒപ്പമായിരുന്നു അഞ്ജലി. ഈ ചെക്കനിവിടെ താമസിച്ചിരിപ്പിക്കുന്നതുകൊണ്ട് എന്തൊരു കഷ്ടമാ. ആ കൊച്ചിന്റെ തന്ത സിദ്ധാർത്ഥാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല, ആദി നിർവികാരമായി പറഞ്ഞു. അത് കേട്ട് അഞ്ജലി പരിഭവിച്ചു. എന്നാലും ആദി, ചേച്ചിയെന്ന് നിന്നെ ചതിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയാതെ പോയത്? അല്ലായിരുന്നേൽ നിങ്ങളുടെ വിവാഹം ഇപ്പൊ കഴിഞ്ഞേനെ അല്ലേ? അല്ല, നീ എന്തിനാ ഇപ്പോ ഈ വിഷയം എടുത്തിടുന്നത്? ഒന്നുമില്ല. അന്ന് അവള് ചതിച്ചത് നന്നായെന്നും അതുകൊണ്ടാ നിന്നെ എനിക്ക് കിട്ടിയതെന്നും നീ പറയുമെന്ന് വിചാരിച്ചു. അഞ്ജലി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകൾ സത്യമാണെന്ന് കരുതിയ ആദി അവളെ ചേർത്ത് പിടിച്ചു. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവുന്നതല്ലേ. ആദി പുറമെ കാണിക്കുന്ന വെറുപ്പൊന്നും നീലിമയോട് അവനില്ലെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അതോടെ ആദി തന്നെ വിട്ടുപോകുമെന്നുള്ള അവളുടെ ഭയം വർദ്ധിച്ചു. എന്തുപറ്റി? ആദി അഞ്ജലിയുടെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, എന്തോ ഒരു തലവേദന. അഞ്ജലി അവനിൽ നിന്ന് മാറി ബെഡിലേക്ക് കിടന്നു. അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം അറിയാതെ അവൻ അവളെ തന്നെ നോക്കി. പിറ്റേന്ന് രാവിലെ നീലിമ ഹോട്ടലിൽ ജോലിക്കായി വന്നു. അവളുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം പ്രകടമാണ്. അശ്വിനെ കാണാതെ അവൾക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ല. പറഞ്ഞതിലും നേരത്തെ അവൾ വന്നത് കണ്ട സൂപ്പർവൈസർ പറഞ്ഞു, ഇങ്ങനെ വേണം കുട്ടി. ഇത്ര കൃത്യനിഷ്ഠയുള്ള കുട്ടികൾ ഇന്ന് കുറവാണ്. സൂപ്പർവൈസർ വളരെ സ്നേഹമുള്ള ആളായിരുന്നു. നീലിമ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ പറഞ്ഞു, പിന്നെ മോളെ, ജോലിക്ക് കയറുമ്പോ ഒരു കാര്യം മാത്രം ഓർത്താ മതി. കസ്റ്റമറാണ് നമ്മൾക്ക് വലുത്. അവരെ വെറുപ്പിക്കരുത്. ഞാൻ നോക്കിക്കോളാം സർ. എന്നാ ജോലി നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നീലിമയുടെ ജോലി അശ്വിനെ തിരയുക എന്നത് മാത്രമാണ്. അവൾ അതിനായി ഉടനെ മുകളിലെ നിലയിലേക്ക് പോയി. അവിടെയും അവൾക്ക് അശ്വിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുറികളിൽ പലതും അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. വെറുതെ തട്ടിവിളിച്ച് കസ്റ്റമറെ ബുദ്ധിമുട്ടിച്ചാൽ ജോലി പോവും. പിന്നെ ഈ ഹോട്ടലിൽ കയറാൻ പോലും സാധിക്കില്ല. എന്റെ ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് അറിയില്ലല്ലോ, നീലിമ സ്വയം പറഞ്ഞു. അപ്പോഴേക്കും അവൾ നിൽക്കുന്നതിന്റെ അടുത്തുള്ള ലിഫ്റ്റ് തുറന്ന് അഞ്ജലി ഇറങ്ങി വന്നു. അഞ്ജലിയെ ഫോളോ ചെയ്താൽ അശ്വിനുള്ള മുറി കണ്ടുപിടിക്കാമെന്ന ചിന്തയിൽ നീലിമ അവളെ പിന്തുടർന്നു. അഞ്ജലി ആ ഇടനാഴിയിലൂടെ നടന്ന് ഒരു മുറിക്ക് മുന്നിലെത്തി. നീലിമ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അഞ്ജലി വാതിൽ തട്ടിയപ്പോൾ അകത്തുനിന്ന് 2 പുരുഷന്മാർ ഇറങ്ങി വന്നു. എവിടെ അവൻ? അഞ്ജലി മുറിയിൽ നിന്നിറങ്ങിയ പുരുഷനോട് ചോദിച്ചു. അത് മാഡം, അവൻ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞു. ഒരു ചെറിയ കുഞ്ഞിനെ നോക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടത്തെ ഗുണ്ടയാണോ? സോറി മാഡം. അവർ തല താഴ്ത്തി. ഇതെല്ലാം കേട്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു നീലിമ. കുഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പോയി എന്നറിഞ്ഞ ഉടനെ അവൾ അവർക്കരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അഞ്ജലി, എന്റെ മോനെവിടെ? മര്യാദയ്ക്ക് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നോ? നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി അവളെ അമ്പരപ്പോടെ നോക്കി. നീലിമയെ അഞ്ജലി അവിടെ പ്രതീക്ഷിച്ചതല്ല. ചേച്ചി, അത് പിന്നെ അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ. ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും മര്യാദയ്ക്ക് എന്റെ മോനെ തിരിച്ചതാ, ഇല്ലേ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. നീലിമ ഫോൺ എടുത്ത് പോലീസ് കൺട്രോൾ റൂം നമ്പർ ഡയൽ ചെയ്യാൻ ഒരുങ്ങി. എടോ, എന്തു നോക്കി നിൽക്കുക? അവള് പോലീസിനെ വിളിച്ച എല്ലാരും കുടുങ്ങും. അത് പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയുടെ അരികിലേക്ക് വന്ന് അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി. ഇതെന്തൊരു കഷ്ടമാണ് അഞ്ജലി, എന്റെ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവൻ ചെറുതാണെന്നേ ഉള്ളൂ, നല്ല ബുദ്ധിയാ ചെറുക്കന്. അവൻ ദൂരെ ഒന്നും പോയി കാണില്ല, ഇവിടെ തന്നെ കാണും, അഞ്ജലി പറഞ്ഞു. നീലിമ മറുപടി പറയാതെ അവിടെ നിന്നും അശ്വിനെ അന്വേഷിച്ച് പോവാൻ ശ്രമിച്ചു. പക്ഷേ അഞ്ജലി അവളെ തടഞ്ഞു. മാറി നിക്ക്, അവൻ സിദ്ധാർത്ഥ് വിശ്വയുടെ മകനാണെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അപ്പോ വിശ്വ ഗ്രൂപ്പിന്റെ അടുത്ത അവകാശി അവനാണ്. ഞങ്ങൾക്ക് അവനെ വെച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. സോ അവനെ കണ്ടുപിടിക്കേണ്ടത് ചേച്ചിയേക്കാൾ ഞങ്ങളുടെ ആവശ്യം. അഞ്ജലി നീലിമയ്ക്ക് അരികിൽ വന്ന് പറഞ്ഞു. അഞ്ജലി പ്ലീസ്, എന്നെ പോവാൻ സമ്മതിക്ക്. നീലിമയുടെ ശബ്ദം ഇടറിയിരുന്നു. അഞ്ജലിയും അവളുടെ ആളുകളും നീലിമയെ തടഞ്ഞു നിർത്തിയതുകൊണ്ട് അവരെ മറികടന്ന്
പോവാനും അവൾക്ക് കഴിഞ്ഞില്ല. ആകെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു നീലിമ. ചേച്ചി പോയാലെങ്ങനെയാ? സിദ്ധാർത്ഥ വിശ്വ പറഞ്ഞത് നീ അയാളുടെ പെണ്ണാണെന്നല്ലേ? സോ ചേച്ചിയും വച്ച് ഞങ്ങൾക്ക് കാര്യം നേടാം. അയാള് വരുമോ എന്നൊന്ന് കാണണമല്ലോ, അഞ്ജലി പറഞ്ഞു. അഞ്ജലി, സത്യമായ അയാളും ഞാനുമായി ഒരു ബന്ധവുമില്ല. എന്നെയും എന്റെ മോനെയും നിങ്ങൾക്ക് കൊന്നാലും അദ്ദേഹത്തെ അത് ബാധിക്കാനും പോകുന്നില്ല. പ്ലീസ് എന്നെ വിട്ടേക്ക്. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ചിരിച്ചതേയുള്ളൂ. സിദ്ധാർത്ഥ വിശ്വ നേരിട്ട് വന്നിട്ട് പറയുന്നു ചേച്ചി അയാളുടെ പെണ്ണാണെന്ന്. ചേച്ചി പറയുന്നു അയാളുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. ഞാനിപ്പോ ആര് പറയുന്നത് വിശ്വസിക്കണം? നീലിമ ആകെ കുഴഞ്ഞു. അഞ്ജലിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും അവളുടെ മനസ്സിൽ തോന്നിയില്ല. അവൾ ദയനീയമായി അഞ്ജലിയെ നോക്കി. അഞ്ജലി അപ്പോൾ അവളുടെ ആളുകളോട് പറഞ്ഞു, കൊണ്ടുപോയി ആ മുറിയിലിട്ട് പൂട്ട്. അഞ്ജലി പറഞ്ഞത് കേട്ട് അവളുടെ ആളുകൾ നീലിമയെ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി. നീലിമ കുതറാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. അഞ്ജലി പ്ലീസ്, എന്നെ പോവാൻ സമ്മതിക്ക്. മുറിയിൽ സിദ്ധാർത്ഥ് ഉണരുമ്പോൾ അടുത്ത് അശ്വിൻ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ്. മോൻ എപ്പെണീറ്റു? കുറച്ചു നേരമായി. അമ്മയെ വിളിക്കണ്ടേ? ഞാൻ ഡാഡി ഉണരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, അശ്വിൻ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ഫോൺ ലോക്ക് തുറന്ന് അശ്വിന് കൊടുത്തു. അശ്വിൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥിന് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടെ അശ്വിൻ ഉറക്കത്തിൽ അമ്മയെ വിളിച്ച് കരഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവന്റെ മുഖത്തുണ്ടായിരുന്നു. അശ്വിനോട് അവനത് പ്രകടിപ്പിച്ചില്ല. ഡാഡി, അമ്മയെ വിളിച്ചിട്ട് ഇപ്പോഴും കിട്ടുന്നില്ലല്ലോ, അശ്വിൻ പേടിയോടെ ചോദിച്ചു. ഉറക്കച്ചടവ് മാറാതെ സിദ്ധാർത്ഥ ഫോണെടുത്ത് നീലിമയുടെ നമ്പറിലേക്ക് ഒന്നുകൂടി ഡയൽ ചെയ്തു നോക്കി. അശ്വിൻ പറഞ്ഞതുപോലെ കോൾ കണക്ട് ആവുന്നില്ലായിരുന്നു. സിദ്ധാർത്ഥ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബോഡി ഗാർഡിനെ അകത്തേക്ക് വിളിച്ചു. ആ നീലിമ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ചിട്ട് മോൻ നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് വാ. ശരി സർ. ബോഡി ഗാർഡിൽ ഒരാൾ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി. അശ്വിന്റെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവനെയും എടുത്ത് ഹോട്ടലിൽ വിളിച്ച് ഭക്ഷണത്തിന് ഓർഡർ ചെയ്തു. സത്യത്തിൽ സിദ്ധാർത്ഥ് കുട്ടികളെ എടുക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ അശ്വിനോട് മാത്രം അവന് വല്ലാത്ത അടുപ്പം തോന്നുന്നുണ്ട്. അശ്വിന് ഫുഡ് വാരിക്കൊടുക്കുന്ന സിദ്ധാർത്ഥിനെയാണ് മുറിയിലേക്ക് കയറി വന്ന ബോഡിഗാർഡ് കാണുന്നത്. അയാൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി. സിദ്ധാർത്ഥ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് അയാൾ ആദ്യമായി കാണുകയാണ്. എന്താടോ പോയ കാര്യം? അത് സർ, ആ കുട്ടി ഇന്ന് ജോലിക്ക് വന്നിരുന്നു. പക്ഷേ അവൾ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നു. തട്ടിക്കൊണ്ടുപോയോ? ആര്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഒരു പെണ്ണാണെന്ന് അവര് പറഞ്ഞത്. അത് ആ ആന്റി ആയിരിക്കും ഡാഡി. അവര് എന്റെ അമ്മയെ ഉപദ്രവിക്കും, അശ്വിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ ഉദ്ദേശിച്ചത് അഞ്ജലിയാണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. ഡാഡി, ആന്റിക്ക് അമ്മയെ തീരെ ഇഷ്ടമല്ല. അവരമ്മയെ കൊല്ലും ഡാഡി. നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. സംഭവിച്ച പിന്നെ അവരൊന്നും ഈ ഭൂമിയിലും ഉണ്ടാവില്ല. സിദ്ധാർത്ഥ് വളരെ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊരു ഭയം സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ നിറഞ്ഞു. ആരെക്കുറിച്ചും ആശങ്കപ്പെടുന്ന ആളല്ല സിദ്ധാർത്ഥ്. എന്നിട്ടും അവന് നീലിമയെ ഉടനെ രക്ഷിക്കണമെന്ന് തോന്നി. അഞ്ജലി നീലിമയെ ഒരു മുറിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവൾ നീലിമയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഫോണിൽ റീൽസ് കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അവളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു നീലിമയ്ക്ക്. പക്ഷേ കൈകൾ കെട്ടിയതുകൊണ്ട് അവൾക്ക് അനങ്ങാൻ പോലും സാധിച്ചിരുന്നില്ല. എന്താ ചേച്ചി സൈലന്റ് ആയത്? അല്ല, അത് പോട്ടെ, നീ എന്തിനാ ഈ കിടന്ന് ചാടുന്നത്? നിനക്ക് എന്ത് സംഭവിച്ചാലും സിദ്ധാർത്ഥ സാർ നിന്നെ രക്ഷിക്കാൻ വരാറുള്ളതല്ലേ. എന്തേ ഇനി വരില്ലെന്ന് പേടി തോന്നുന്നുണ്ടോ? നീലിമ അതിനു മറുപടി പറഞ്ഞില്ല. സിദ്ധാർത്ഥ എന്തിന് തന്നെ രക്ഷിക്കണം? അല്ലെങ്കിൽ തന്നെ തലേ ദിവസം അയാളുമായി ഉണ്ടായ ഇൻസിഡന്റ് കാരണം അയാൾ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരിക്കും. അപ്പോഴാണ് രക്ഷിക്കാൻ വരുന്നത്. നീലിമ തന്റെ നിസ്സഹായാവസ്ഥ ഓർത്തു. പക്ഷേ അത് അഞ്ജലി അറിഞ്ഞാൽ അവൾ തന്നെ കൂടുതൽ തളർത്താനേ ശ്രമിക്കൂ. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് നീലിമ പഴയ നാടകം തുടരാൻ തന്നെ ശ്രമിച്ചു. നോക്കഞ്ജലി, സിദ്ധുവേട്ടൻ ഈ കാര്യം അറിഞ്ഞ നീയും നിന്റെ ആൾക്കാരും ഇതുപോലെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ആളാണ്. അതുകൊണ്ട് കുഞ്ഞിനെ കാണാതായത് അറിഞ്ഞു കാണില്ല.
അല്ലെങ്കിൽ ഇപ്പൊ നീയൊന്നും ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്നെ വിട്ടേക്ക്, കൂടുതൽ പ്രശ്നം വിളിച്ചു വരുത്തണ്ട. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ശരിക്കും വിരണ്ടുപോയി. സത്യത്തിൽ സിദ്ധാർത്ഥ നീലിമയുടെ ആരുമല്ല എന്ന് തെളിയിക്കണമെന്ന് വിചാരിച്ചാണ് അഞ്ജലി ഓരോന്ന് പറഞ്ഞത്. പക്ഷേ നീലിമ പറയുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ നീലിമയെ ശരിക്കും വിവാഹം കഴിച്ചു കാണുമോ എന്ന് അഞ്ജലിക്ക് തോന്നി. എന്തായാലും നിന്റെ സിദ്ധാർത്ഥ സാറ് തിരക്ക് കഴിയുമ്പോ ഇതൊക്കെ അറിയും. അപ്പോ അയാളിങ്ങോട്ട് വന്നോളും. അതുവരെ നീ ഇവിടെ തന്നെ ഇരിക്കെ. ഇത് കേട്ട് നീലിമ ആകെ വല്ലാതെയായി. അവൾ വെറുതെ പറഞ്ഞു, സിദ്ധു വരും, നീ കണ്ടോ. സിദ്ധാർത്ഥിന് അവളെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നവൾക്കറിയാം. ഇന്നലെ അശ്വിനെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ പോലും അയാൾ സഹായിക്കാൻ ശ്രമിച്ചില്ല. അഞ്ജലി സിദ്ധാർത്ഥിന്റെ പേര് കേട്ടാൽ ഭയന്ന് തന്നെ പോവാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൾ സിദ്ധാർത്ഥ് വരുമെന്ന് പറഞ്ഞത്. പക്ഷേ അഞ്ജലിക്ക് യാതൊരു കൂസലുമില്ലെന്ന് കണ്ടപ്പോൾ നീലിമ അസ്വസ്ഥയായി. മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ നീലിമ വല്ലാതെ വീർപ്പുമുട്ടി. അഞ്ജലിയും ആളുകളും മുറിയിൽ തന്നെ ഇരിക്കുന്നത് കാരണം അവൾക്ക് ഒന്ന് കുതറാൻ പോലും സാധിച്ചില്ല. അപ്പോഴാണ് അച്ഛൻ വാസുദേവൻ അവിടേക്ക് കയറി വരുന്നത്. അയാളെ കണ്ടപ്പോൾ നീലിമ മുഖം തിരിച്ചു കളഞ്ഞു. അയാളെ അച്ഛനായി കാണാൻ വരെ അവൾക്കിനി സാധിക്കില്ലായിരുന്നു. അത്രത്തോളം അയാൾ മകളെ ദ്രോഹിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവളുടെ ഏക ആശ്രയമായ കുഞ്ഞിനെയും അവളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. വാസുദേവൻ നീലിമയെ ശ്രദ്ധിക്കാതെ അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നു. അഞ്ജലി അച്ഛനെ കണ്ട് എഴുന്നേറ്റ് നിന്നു. എന്തായി മോളെ, അതിനെ കിട്ടിയോ? ഇല്ല അച്ഛാ, ആ ചെക്കൻ പഠിച്ച കള്ളനാണ്, എവിടെയെങ്കിലും കയറി ഒളിച്ചിരിപ്പുണ്ടാവും, അഞ്ജലി പറഞ്ഞു. അഞ്ജലി, ഇപ്പോഴും നിനക്ക് ഞാൻ തന്ന ഔദാര്യമാണ് നിന്റെ ജീവിതം, അത് മറക്കരുത്. നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ഒന്ന് പകച്ചുപോയി. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം അച്ഛനറിയും. അപ്പോഴേക്കും അവിടേക്ക് സത്യഭാമ കയറി വന്നു. നീലിമയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഉള്ളിൽ സന്തോഷം തോന്നി. അവൾ പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഒന്ന് വന്നേ. സംസാരം നീലിമ കേൾക്കാതെ ഇരിക്കാനാണ് അവർ വാസുദേവനെ പുറത്തേക്ക് വിളിച്ചത്. സത്യഭാമയ്ക്ക് പിന്നാലെ അഞ്ജലിയും വാസുദേവനും മുറിയിൽ നിന്നിറങ്ങി. അല്പം മാറി നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ദൂരെ ആയിരുന്നതുകൊണ്ട് നീലിമയ്ക്ക് അവരുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും തനിക്കെതിരെയുള്ള എന്തെങ്കിലും പ്ലാൻ ആയിരിക്കുമെന്ന് അവൾക്കുറപ്പായിരുന്നു. സത്യഭാമ ഭർത്താവിനെ നോക്കി പറഞ്ഞു, അല്ല, നിങ്ങൾക്കെന്താ വെളിവില്ലാതെയായോ? ആ സിദ്ധാർത്ഥ വിശ്വ ഇവളെപ്പോലെ ഒരുത്തിയെ വിവാഹം ചെയ്യുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ? പെണ്ണ് എവിടെയോ തെണ്ടിത്തിരിഞ്ഞ് നടന്ന് തിരിച്ചു വന്നതാന്ന് എനിക്ക് തോന്നുന്നത്. അത് വല്ല തെരുവ് തെണ്ടിക്കും ജനിച്ച കൊച്ചായിരിക്കും, അല്ലാതെ സിദ്ധാർത്ഥ അത്ര മണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ അവൻ മകനാണെന്ന് സിദ്ധാർത്ഥ പറഞ്ഞതോ? വാസുദേവന്റെ ചോദ്യം കേട്ട് ഇനി ഒരു പക്ഷേ അത് അവന്റെ കുഞ്ഞു തന്നെ ആയിരിക്കുമോ എന്ന് അഞ്ജലിക്കും സത്യഭാമയ്ക്കും സംശയം തോന്നി. അത് വെറുതെ പറഞ്ഞതാവൂ അച്ഛാ, അഞ്ജലി പറഞ്ഞു. അത് കേട്ട് വാസുദേവന്റെ മുഖത്ത് വിഷാദം നിഴലിച്ചു. അത് അശ്വിനെയും നീലിമയും ഓർത്തായിരുന്നില്ല. മകനെ വെച്ച് വിലപേശിയാൽ സിദ്ധാർത്ഥന്റെ കമ്പനിയുമായി സഖ്യമുണ്ടാക്കാമെന്നും അതുവഴി ബിസിനസ് രംഗത്ത് ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള തന്റെ പദ്ധതികൾ ഇനി നടക്കില്ലല്ലോ എന്നോർത്താണ് വാസുദേവൻ വിഷമിച്ചത്. അതെ അച്ഛാ, എനിക്കും അങ്ങനെ തന്നെ ഇപ്പൊ തോന്നുന്നു, അഞ്ജലി പറഞ്ഞു. വാസുദേവൻ സംസാരിച്ചില്ല. അയാൾ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥന്റെ ബിസിനസ്സിൽ പങ്കാളി ആവണമെന്ന ചിന്തയിലായിരുന്നു. മനുഷ്യ, നിങ്ങളൊരു കാര്യം ചെയ്യ്. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ സുധാകരനുമായി ഇവരുടെ കല്യാണം നടത്താൻ നോക്ക്. അതായിപ്പോ നല്ലത്. അയാൾക്കും പൂത്ത കാശുണ്ടല്ലോ, നമുക്ക് ആരായാലും എന്താ, കാശ് കിട്ടിയാ പോരെ. സത്യഭാമ തന്മയത്വത്തോടെ കാര്യം അവതരിപ്പിച്ചു. അമ്മ പറഞ്ഞതാ ശരിയച്ചാ, നമുക്ക് അങ്ങനെ തീരുമാനിക്കാം. നീലിമയെ ആ കിളവനെ കൊണ്ട് കെട്ടിക്കാൻ അഞ്ജലിക്കായിരുന്നു കൂടുതൽ തിടുക്കം. അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥ് എന്ന സുന്ദരനായ ബിസിനസ്സുകാരനെ നീലിമയുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കാമെന്ന് അവൾ ചിന്തിച്ചു. എന്താടി, നാക്കിറങ്ങിപ്പോയോ? അഞ്ജലി ചോദിച്ചു. നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു, വേണ്ട അഞ്ജലി, നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. നീ എന്നെ പ്രകോപിപ്പിച്ചാലും ഞാൻ ദേഷ്യപ്പെടില്ല. കാരണം എന്റെ കുഞ്ഞു മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഓ, എന്നാ ഇനി അവനെ നോക്കണ്ട. ഇപ്പൊ തന്നെ വല്ലവനും തട്ടിക്കൊണ്ടുപോയി കണ്ണു ചുഴന്ന് ഭിക്ഷയ്ക്കിരുത്തി കാണും. അഞ്ജലി, എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാ സത്യമായിട്ട് ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ എന്നോട് കാണിച്ച സകല ചതികളും ഞാൻ ക്ഷമിച്ചതാ. പക്ഷേ ഒന്നും അറിയാത്ത എന്റെ അച്ഛനെ ദ്രോഹിച്ച ക്ഷമിക്കില്ല ഞാൻ. ഛീ, നാവടക്കടി, വാസുദേവൻ ഉച്ചത്തിൽ പറഞ്ഞു. അച്ഛാ, നിങ്ങൾക്ക് എന്നോടല്ലേ വിരോധം? എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ മോനൊന്ന് കാണിച്ചു തന്നാ മതി. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. നീലിമ
ദയനീയമായി കരഞ്ഞു പറഞ്ഞത് കേട്ടിട്ടും വാസുദേവന്റെ മനസ്സലിഞ്ഞില്ല. അയാൾ കൂടുതൽ വാശിയോടെ അവളെ നോക്കി പറഞ്ഞു, അങ്ങനെങ്ങ് പോയാൽ എങ്ങനെയാ നീ? ഒന്നുമില്ലേലും നിന്നെ ഇത്രയൊക്കെ വളർത്തിയതല്ലേ ഞാൻ. അപ്പോ അതിന്റെ കാശ് കിട്ടണം. മുതലും പലിശയും മുഴുവൻ മുതലാക്കിയിട്ടേ ഞാൻ വിടൂ. ഒന്നുകിൽ സിദ്ധാർത്ഥിനോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം ശരിയാക്കി എടുക്ക്. അല്ലേൽ. വാസുദേവൻ ഒന്ന് നിർത്തി. അത് കേട്ട് നീലിമ അയാളെ നോക്കി. അയാൾ കൂടുതൽ അപകടകരമായ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. നീലിമ മിണ്ടാതിരിക്കുന്നത് കണ്ട് വാസുദേവൻ തുടർന്നു, സിദ്ധാർത്ഥന്റെ കാര്യം നിനക്ക് ശരിയാക്കാൻ പറ്റില്ലെങ്കിലും സാരമില്ല. വേറൊരു വഴി കൂടിയുണ്ട്. നീ സുധാകരനെ കല്യാണം കഴിക്കണം. അയാള് നല്ലവനാ ചേച്ചി. ഇഷ്ടം പോലെ കാശുണ്ട് കയ്യില്. ചേച്ചിയെ പൊന്നു പോലെ നോക്കിക്കോളും. അഞ്ജലി പരിഹസിക്കുന്നത് പോലെ പറഞ്ഞു. അഞ്ജലി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് അയാളെ കെട്ടാൻ പറ്റില്ലെന്ന്. ഇനിയും ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചാൽ നിന്റെ കരണം ഞാൻ തല്ലിപ്പൊളിക്കും. അതോടെ നിന്റെ സകല ഡ്രാമയും തീരും. നീലിമ വാശിയോടെ പറഞ്ഞു. ഇത് നല്ല തമാശ. ഞാനെന്ത് ഡ്രാമ കാണിച്ചു? എന്റെ ചേച്ചിക്ക് ഒരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? അഞ്ജലി ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നല്ല ജീവിതം? നീ കാണിച്ച ഡ്രാമ എന്നെ കൊണ്ട് പറയിക്കരുത്. നീലിമ രൂക്ഷമായി അഞ്ജലിയെ നോക്കി. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അഞ്ജലി ഒന്ന് വിരണ്ടു. അന്ന് നടന്നതെന്തെങ്കിലും നീലിമ വിളിച്ചു പറയുമോ എന്ന് അവൾ ഭയന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? നീലിമ കേട്ടു. എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല. അതിനി ആര് എന്ത് പറഞ്ഞാലും നടക്കില്ല. നീലിമ പറഞ്ഞത് കേട്ട് വാസുദേവൻ ക്രൂരമായി അവളെ നോക്കി. എന്നെ നിനക്കറിയാമല്ലോ. ഞാൻ പറയുന്നത് പോലെ നിന്നില്ലേ പിന്നെ നിന്റെ മോനെ നീ ഒരിക്കലും കാണില്ല. ഒരു പിതാവിന് ഇത്രത്തോളം തരം താഴാൻ പറ്റുമോ എന്നായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത. ഈ നശിച്ച നാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലായിരുന്നു എന്ന് അപ്പോൾ അവൾക്ക് തോന്നി. നീ സുധാകരനെ തന്നെ വിവാഹം കഴിക്കും. ഞാൻ അയാൾക്ക് വാക്കു കൊടുത്തതാണ്. എനിക്ക് വാക്കു മാറ്റാൻ പറ്റില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ വാക്കു കൊടുത്തത്? എന്റെ ജീവിതം വെച്ച് വിലപേശാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? നീലിമ ചോദിച്ചു. നീ എന്റെ മോളല്ലേ, നീ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. വാസുദേവൻ വീണ്ടും ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? എന്റെ ശവം കണ്ടാ മതിയോ? നീലിമ നിയന്ത്രണം വിട്ട് ചോദിച്ചുപോയി. വാസുദേവൻ തുടർന്നു. നിന്റെ ശവം ഞങ്ങൾക്കെന്തിനാ? ജീവിച്ചിരിക്കുന്ന നിന്നെയാണ് എനിക്കാവശ്യം. നാളെ ഹോട്ടൽ ബ്ലൂ ലഗൂണിൽ ഞാനൊരു പാർട്ടി വെക്കുന്നുണ്ട്. നമ്മൾ മാത്രമേ കാണൂ. സുധാകര മേനോനെയും ക്ഷണിച്ചിട്ടുണ്ട്. നീ അയാളെ നേരിട്ട് കണ്ട് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയണം. അത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് നാണം തോന്നില്ല അച്ഛാ? സ്വന്തം മകളെ അയാളെപ്പോലെ ഒരാൾക്കൊപ്പം കെട്ടിച്ചയക്കാൻ നിങ്ങളുടെ അഞ്ജലി മോളോട് നിങ്ങളിങ്ങനെ കാണിക്കോ? നീലിമ ചോദിച്ചു. ദേ ചേച്ചി, വെറുതെ എന്നെ അനാവശ്യമായി ഒന്നിലും വലിച്ചിടണ്ട, അഞ്ജലി പറഞ്ഞു. അഞ്ജലി മോള് നിന്നെപ്പോലെ വല്ലവന്റെയും കുട്ടിയും കൊണ്ട് നടക്കുന്നവളല്ല. അവൾക്ക് അന്തസ്സുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വിവാഹം തീരുമാനിക്കാൻ പറ്റി. നീ അങ്ങനെയാണോ? വാസുദേവൻ ചോദിച്ചു. നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് സംഭവിച്ച എല്ലാ കാര്യത്തിനും ഉത്തരവാദി അഞ്ജലിയാണ്. എന്നിട്ടും എല്ലാവരും എപ്പോഴും അവളോടൊപ്പമാണ് നിൽക്കുന്നത്. തനിക്ക് വേണ്ടി സംസാരിക്കാൻ പോലും ആരുമില്ല. സ്വന്തം അച്ഛനാണെന്ന കാര്യമൊന്നും അവൾക്കപ്പോൾ ഓർക്കാൻ തോന്നിയില്ല. വാസുദേവനാണ് തന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് അവൾക്ക് തോന്നി. ഇനി നിന്നോട് ഇതിനെക്കുറിച്ചൊരു സംസാരമില്ല. നാളെ എന്റെ ആളുകൾ നിന്നെ ഹോട്ടലിലേക്ക് കൊണ്ടുവന്നോളൂ. അവരോടൊപ്പം വരാൻ തയ്യാറായില്ലേ നിന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ലെന്ന് ഓർത്തോണം. ഈ സമയം ഹോട്ടലിൽ ഒരു റൂമർ പരക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനൊപ്പം കണ്ട സുന്ദരനായ കുഞ്ഞിനെക്കുറിച്ചായിരുന്നു എല്ലാവരുടെയും സംസാരം. സിദ്ധാർത്ഥ് സാധാരണ ആരെയും അമിതമായി അടുപ്പിക്കുന്ന പ്രകൃതക്കാരനല്ല. അതിനാൽ ഒപ്പം കണ്ട കുട്ടി സിദ്ധാർത്ഥിന്റെ മകനായിരിക്കുമെന്ന് പലരും ഊഹിച്ചു. പക്ഷേ സ്ത്രീകളുമായി അമിത അടുപ്പമില്ലാത്ത സിദ്ധാർത്ഥിനെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു രഹസ്യ വിവാഹം നടക്കാനോ കുഞ്ഞുണ്ടാവാനോ സാധ്യതയില്ല. സിദ്ധാർത്ഥ് പൊതുവെ സ്ത്രീ വിഷയത്തിൽ താല്പര്യമുള്ള ആളല്ല. അവനെ ഒരു സ്ത്രീ വിഷയത്തിൽ കൊടുക്കാൻ ഗൗതമിന്റെ കൃഷ്ണ ഗ്രൂപ്പിലെ ആളുകൾ പല വിധത്തിൽ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ അവൻ അതിലൊന്നും വീണിട്ടില്ല. ആ ചർച്ചകൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ചെവിയിലുമെത്തി. മുറിയിൽ സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും പരസ്പരം ആ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നു. എന്റെ പൊന്നു മനുഷ്യ,
സിദ്ധുവിന് കുഞ്ഞുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിരുന്നു. അയാള് ഒരു കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചു. അതാ എനിക്ക് സംശയം. സിദ്ധാർത്ഥന്റെ തനി പകർപ്പാണ് ആ കുഞ്ഞ്. ഗീത പറഞ്ഞു. അത് കേട്ട് വിശ്വനാഥൻ ചിരിച്ചു. നിനക്ക് പ്രാന്ത. നിന്റെ മോൻ ഏതെങ്കിലും പെണ്ണിന്റെ ഒപ്പം പോകുന്നത് എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? അവൻ നല്ലൊരു കൊച്ചിനെ സ്നേഹിച്ച് കാണാൻ നമ്മൾ എത്ര പണിപ്പെട്ടതാ. അങ്ങനെയുള്ള സിദ്ധ് രഹസ്യ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും? അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും സിദ്ധുവിന്റെ കുഞ്ഞാണ് അതെങ്കിൽ ഉറപ്പായും ഞാൻ അതിനെ ഇവിടെ വളർത്തും. എനിക്ക് അവന്റെ കുഞ്ഞിനെ കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നേ ഉള്ളൂ. എന്തായാലും നേരെ ചൊവ്വേ നിങ്ങളുടെ മോൻ അത് സാധിച്ചു തരുമെന്ന് തോന്നുന്നില്ല, ഗീത പറഞ്ഞു. മൊബൈലിൽ ആ ഫോട്ടോ എടുത്ത് വിശ്വനാഥനെ കാണിച്ചുകൊണ്ട് ഗീത തുടർന്നു. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ. സിദ്ധാർത്ഥ കുഞ്ഞിലിരുന്ന പോലെ തന്നെയല്ലേ ഇവനും? അതാ എനിക്കിത്ര സംശയം. എന്തായാലും നീ ആയിട്ട് ഓരോന്ന് ഊഹിക്കാൻ നിൽക്കണ്ട. സിദ്ധു വരട്ടെ, നമുക്ക് ചോദിക്കാം, വിശ്വനാഥൻ പറഞ്ഞു. ഗീതയുടെ മനസ്സിൽ അപ്പോൾ അശ്വിന്റെ കുഞ്ഞു മുഖം തെളിഞ്ഞു. അത് സിദ്ധാർത്ഥിന്റെ മകൻ തന്നെ ആയിരുന്നുവെങ്കിലെന്ന് ആ അമ്മ വെറുതെ ആഗ്രഹിച്ചിരുന്നു. ഓഫീസിലെ ചെയറിൽ ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ്. അവന്റെ അരികിലായി അശ്വിൻ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. ഓഫീസിലും പുറത്തും അശ്വിൻ തന്റെ മകനാണെന്ന റൂമർ പരക്കുന്നതായി സിദ്ധാർത്ഥും അറിഞ്ഞിരുന്നു. തനിക്ക് ഇത്രയും പ്രശ്നമുണ്ടാക്കി വെച്ചിട്ട് കൂസിലില്ലാതെ അശ്വിൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അവന്റെ ചെവിക്ക് പിടിച്ചൊരു കിഴുക്ക് വെച്ചു കൊടുക്കാൻ തോന്നി. സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണെന്നും പറഞ്ഞ് അശ്വിൻ കരഞ്ഞതും അതോടെ അവനെയും കൂടി ഓഫീസിലേക്ക് കൊണ്ടുപോരേണ്ടി വന്നതും സിദ്ധാർത്ഥ് ആലോചിച്ചു. ഈ സമയം റിസപ്ഷനിൽ സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും എത്തിയിരുന്നു. ഗീത, ഒന്നുകൂടെ നീ ആലോചിക്ക്. ഓഫീസിൽ വെച്ച് പറയേണ്ട കാര്യമാണോ ഇത്? സിദ്ധു വീട്ടിലേക്ക് വന്നിട്ട് പോരെ? വിശ്വനാഥൻ ധൃതിയിൽ നടക്കുന്ന ഭാര്യയെ നോക്കി പറഞ്ഞു. പോരാ, എനിക്കത് അറിഞ്ഞേ പറ്റൂ, ഗീത പറഞ്ഞു. ഓഫീസിൽ അശ്വിന്റെ മുഖം കഴുകിക്കൊടുത്ത് പഴയതുപോലെ അവനെ ചെയറിലിരുത്തിയിട്ട് ജോലിയിൽ മുഴുകുകയായിരുന്നു സിദ്ധാർത്ഥ്. അപ്പോഴാണ് ഗീതയും വിശ്വനാഥനും അവിടേക്ക് കയറി വരുന്നത്. അവരെ കണ്ട സിദ്ധാർത്ഥ് എഴുന്നേറ്റു. ഇതെന്താ പറയാതെ ഇങ്ങോട്ട്? അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരണോ? പിന്നെ അതല്ല അമ്മേ, പറഞ്ഞിരുന്നേൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമല്ലോ. സിദ്ധാർത്ഥ് അമ്മയെ തണുപ്പിക്കാൻ ശ്രമിച്ചു. ഹുവ്, നിന്റെ തിരക്ക് കഴിഞ്ഞിട്ടല്ലേ? എനിക്കത് പോരാ, ഒരു കാര്യം അറിയണം, അതാ വന്നത്. അശ്വിൻ അവിടെ നിന്നും കുറച്ചു മാറിയാണ് ഇരുന്നത്. അതുകൊണ്ട് ഗീത അതുവരെ അവനെ കണ്ടിരുന്നില്ല. വിശ്വനാഥനും ഗീതയും സിദ്ധാർത്ഥിന്റെ എതിരെയുള്ള കസേരയിലേക്കിരുന്നു. എന്താമ്മേ, എന്തുപറ്റി? സിദ്ധാർത്ഥ് ചോദിച്ചു. ഗീത ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തുറന്ന് സിദ്ധാർത്ഥിന്റെ നേർക്ക് നീട്ടി. സിദ്ധു, സത്യം പറയണം, ഈ കുട്ടിയേതാ? സിദ്ധാർത്ഥ് ഫോൺ വാങ്ങി നോക്കി. അശ്വിനും താനും ക്യാൻറ്റീനിലിരിക്കുന്ന ഒരു ഫോട്ടോയാണത്. അമ്മയെല്ലാം അറിഞ്ഞു കാണും. ഇനിയിപ്പോ എങ്ങനെ ഇതിന്നൊന്ന് ഊരും? സിദ്ധാർത്ഥ് ചിന്തിച്ചു. നീ എന്താ സിദ്ധു ആലോചിക്കുന്നേ? ഈ കുഞ്ഞ് ആരാണെന്ന് പറ, ഗീത ആവർത്തിച്ചു. വിശ്വനാഥൻ സംസാരിച്ചില്ല. ഭാര്യ അയാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തതുമില്ല. സിദ്ധാർത്ഥ് അപ്പോൾ അറിയാതെ അശ്വിൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അവനെ കൂടി അവിടെ കണ്ടാൽ അമ്മ ഉറപ്പായും അത് തന്റെ മകനാണെന്ന് വിശ്വസിക്കുമെന്ന് സിദ്ധാർത്ഥിന് തോന്നി. സിദ്ധാർത്ഥിന്റെ നോട്ടം പോയ ദിശയിലേക്ക് ഗീത തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അശ്വിനെ അവിടെ കാണുന്നത്. ഗീത അമ്പരപ്പോട് ചോദിച്ചു, ഈ കുട്ടിയല്ലേ അത്? ആ സാഹചര്യത്തിൽ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ലെന്ന് സിദ്ധാർത്ഥിന് തോന്നി. സിദ്ധു, ഇനിയെങ്കിലും പറ മോനെ, ഇത് നിന്റെ കുഞ്ഞാണോ? ഗീത ചോദിച്ചു. സിദ്ധാർത്ഥ് മറുപടി പറയാതെ അച്ഛനെ നോക്കി. സിദ്ധു, നീ തുറന്നു പറ, ഞങ്ങൾക്ക് സത്യം അറിഞ്ഞാ മതി, വിശ്വനാഥൻ പറഞ്ഞു. അശ്വിൻ അപ്പോൾ അവരെ നിഷ്കളങ്കമായി നോക്കി. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഗീതയ്ക്ക് വല്ലാത്ത വാത്സല്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, ഡാഡി, ഇവരൊക്കെ ആരാ? അശ്വിൻ ഡാഡി എന്ന് വിളിച്ചതോടെ ദയനീയമായ ഭാവത്തിൽ സിദ്ധാർത്ഥ് അമ്മയെ നോക്കി. അവരോട് എന്തു പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. സിദ്ധു, നീ അമ്മയോട് പറ മോനെ, ആരേ കുട്ടി? അമ്മേ, അത് ഞാൻ വിശദമായി പിന്നീട് പറയാം. ഇപ്പോ ഓഫീസ് ടൈമിലാണോ ഇമ്മാതിരി ലൂസ് ടോക്സ്? സിദ്ധാർത്ഥ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അശ്വിന്റെ മുന്നിൽ വെച്ച് വീണ്ടും ഞാൻ നിന്റെ ഡാഡിയല്ലെന്ന് പറയാൻ ആ സമയം സിദ്ധാർത്ഥിന് അല്പം ബുദ്ധിമുട്ട് തോന്നി. സിദ്ധു, ഇത് ലൂസ് ടോക്ക് ആണോ? ഈ കുഞ്ഞ് നിന്നെ അച്ഛ എന്ന് വിളിക്കുന്നു, പക്ഷെ നീ അത് സമ്മതിക്കുന്നില്ല.
ഞങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? ഗീത ചോദിച്ചു. അമ്മയ്ക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാ വിശ്വസിക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. സിദ്ധു, ഇത് ചെറിയ കാര്യമല്ല. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ തുറന്നു പറ, വിശ്വനാഥൻ ചോദിച്ചു. സിദ്ധാർത്ഥ് ഒന്നും മിണ്ടിയില്ല. മോനെ പറയടാ, ഇവൻ നിന്റെ മോനാണോ? ഗീത വീണ്ടും ചോദിച്ചു. സിദ്ധാർത്ഥ് അപ്പോൾ അശ്വിനെ നോക്കി. അശ്വിൻ കൗതുകത്തോടെ ചോദിച്ചു, ഡാഡി, ഇതെന്റെ മുത്തശ്ശനും മുത്തശ്ശിയാണോ? അശ്വിൻ നിഷ്കളങ്കമായി ചോദിച്ചത് കേട്ട് ഗീതയും വിശ്വനാഥനും ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചു. കുഞ്ഞിന്റെ പേരെന്താ? അശ്വിൻ. എന്റെ അമ്മ എന്നെ അച്ചുന്നാ വിളിക്കുന്നെ. ആഹാ, മോന്റെ അമ്മ എവിടെയാ? വിശ്വനാഥൻ ചോദിച്ചു. എന്റെ അമ്മ ആരോ പിടിച്ചോണ്ട് പോയി. ഡാഡി പോയി രക്ഷിക്കുമല്ലോ. അത് കേട്ട് ഗീത സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥ്, ഈ കുഞ്ഞ് നീ അതിന്റെ അച്ഛനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും കാര്യം കാണില്ലേ? ഗീത ചോദിച്ചു. ഇനിയും അത് സമ്മതിച്ചു കൊടുത്താൽ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പായപ്പോൾ സിദ്ധാർത്ഥ് തുറന്നു പറഞ്ഞു. എന്റെ അമ്മേ, ഇതെന്റെ കുഞ്ഞല്ല. ഇവൻ ആദ്യമായി കണ്ടപ്പോൾ മുതൽ എന്നെ ഡാഡി എന്നാ വിളിക്കുന്നത്. എന്നെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇതുവരെ ബോധത്തോടെ ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇനി അഥവാ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കാതിരിക്കുവോ? സിദ്ധാർത്ഥ് കള്ളം പറയുന്നവനല്ല. അതുകൊണ്ട് അവൻ പറയുന്നത് സത്യമാണെന്ന് ഗീതയ്ക്കും വിശ്വനാഥനും തോന്നി. ബോധത്തോടെ താൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ സിദ്ധാർത്ഥിന് 5 വർഷം മുൻപ് അബോധാവസ്ഥയിൽ ഒരു പെണ്ണിനോടൊപ്പം കഴിഞ്ഞ കാര്യം ഓർമ്മയിലേക്ക് വന്നു. അവൻ പെട്ടെന്ന് അശ്വിനോട് ചോദിച്ചു, അച്ചു, മോൻ എത്ര വയസ്സുണ്ട്? അശ്വിൻ അത് കേട്ട് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. 4 വയസ്സു, അശ്വിൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറിഞ്ഞു. ഇനിയൊരു പക്ഷേ അവൻ തന്റെ മകൻ തന്നെയാണോ എന്നും അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി നീലിമ ആയിരിക്കുമോ എന്നും അവൻ ചിന്തിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ? സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു. ഡിസംബർ 5, അശ്വിൻ പറഞ്ഞു. അത് കേട്ടതോടെ സിദ്ധാർത്ഥ് കണക്ക് കൂട്ടി. അല്ല, അശ്വിൻ തന്റെ മകനല്ല, സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു. പക്ഷേ നീലിമ മാസം തികയാതെയാണ് അവനെ പ്രസവിച്ചതെന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു. സിദ്ധു, ഈ കുഞ്ഞിന് നിന്റെ മുഖഛായുണ്ട്. അതാ ഞാനങ്ങനൊക്കെ പറഞ്ഞത്. ഗീത സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി പറഞ്ഞു. അത് എന്താന്ന് അറിയില്ല അമ്മേ. അല്ല, ഇവന്റെ അമ്മയെ കണ്ടുപിടിക്കണ്ടേ? എന്നാലും പാവം കുഞ്ഞ് അവന്റെ അമ്മയെയും അച്ഛനെയും കാണാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും. പിറ്റേന്ന് നീലിമയെ പൂട്ടിയ മുറിയിലേക്ക് ഒരാൾ കടന്നു വന്നു. നീലിമയെ കൂട്ടിക്കൊണ്ടുപോവാൻ വാസുദേവൻ അയച്ച ആളായിരുന്നു അത്. നീലിമയ്ക്ക് തല ഉയർത്തി നോക്കാൻ പോലും ശേഷിയുണ്ടായിരുന്നില്ല. വാസുദേവൻ അയച്ച ആൾ നീലിമയെ അവിടെ നിന്നും ഹോട്ടൽ ബ്ലൂ ലഗൂണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഹോട്ടലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ചിന്തയിൽ നീലിമ അയാൾക്കൊപ്പം ഹാളിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു ടേബിളിൽ വാസുദേവനും സുധാകരനും സംസാരിക്കുകയായിരുന്നു. നീലിമയെ കണ്ടവർ രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ വാസുദേവൻ പറഞ്ഞു, താ വന്നല്ലോ. നീലിമ അത് കേട്ട് പുച്ഛത്തോടെ അയാളെ രൂക്ഷമായി നോക്കി. കേട്ടോ മോളെ, സുധാകരൻ നിന്നെ കാണാൻ തിടുക്കപ്പെട്ടിരിക്കുമായിരുന്നു, വാസുദേവൻ പറഞ്ഞു. ആണോ അങ്കിൾ? നീലിമ അയാളെ പരിഹസിച്ചു. അല്ല, ഈ കൊച്ചിന് മുഖം എന്താ കടുന്നല് കുത്തിയതുപോലെ? സുധാകര മേനോൻ ചോദിച്ചു. അത് അവളും ഞാനും ഇന്നൊരു ചെറിയ വഴക്കുണ്ടായി, അതിന്റെ പിണക്കത്തിലാ. പിന്നെ ഇവള് വലിയ വാശിക്കാരിയാ കേട്ടോ സുധാകര. താൻ കുറച്ച് പാടുപെടും. അതൊന്നും സാരമില്ലടോ. പാടുപെട്ടാലെന്താ, കൊച്ചു രാജകുമാരിയെ പോലെയല്ലേ. ഇവൾക്ക് വേണ്ടി ഞാൻ ഇത്തിരി പാടുപെടാൻ തന്നെ തീരുമാനിച്ചു. സുധാകര മേനോൻ നീലിമയുടെ ശരീരം നോക്കിയാണ് അത് പറഞ്ഞത്. നീലിമയ്ക്ക് അത് കണ്ടപ്പോൾ അറപ്പ് തോന്നി. അവൾ നിൽക്കുന്നതിന്റെ എതിരെ ഒരു ടേബിളിൽ സിദ്ധാർത്ഥ് ഇരിപ്പുണ്ടായിരുന്നു. നീലിമ അവനെ കണ്ടില്ല. സിദ്ധാർത്ഥ് നീലിമയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായി എത്തിയതാണ് അവൻ. ഭക്ഷണം കഴിക്കാനായി VIP റെസ്റ്റോറന്റിലേക്ക് യാദൃശ്ചികമായി വന്നപ്പോഴാണ് സുധാകര മേനോന്റൊപ്പം നീലിമയെ അവൻ കാണുന്നത്. അവളെ അവളുടെ അച്ഛൻ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണ് എന്നവന് അവളുടെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നീലിമ ഇരിക്കെ, സുധാകര മേനോൻ പറഞ്ഞു. നീലിമ അയാളോട് സംസാരിച്ചില്ല.
അയാൾ പറഞ്ഞത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അത് കണ്ട് വാസുദേവന് ഭയങ്കര ദേഷ്യം തോന്നി. സുധാകര മേനോൻ നീലിമയുടെ ശരീരത്തിലേക്ക് വീണ്ടും നോക്കി. അവളെ എത്രയും വേഗം സ്വന്തമാക്കാൻ അയാളുടെ മനസ്സ് ആഗ്രഹിച്ചു. വഷളൻ ചിരിയോടെ അവളെ നോക്കി ആസ്വദിക്കുന്ന സുധാകര മേനോനെ സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന് അയാളെ എടുത്ത് ചുവരിലടിക്കാനുള്ള അത്രയും ദേഷ്യം തോന്നി. അപ്പോഴാണ് സുധാകര മേനോൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചത്. നീലിമ ഇരിക്കേ. അയാൾ അധികാരത്തോടെ അവളുടെ ശരീരം തന്നിലേക്ക് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ശരീരത്തിൽ അയാൾ സ്പർശിച്ചപ്പോൾ നീലിമയുടെ സകല നിയന്ത്രണവും തെറ്റി. അവൾ അയാളെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളി. സുധാകര മേനോൻ ടേബിളിൽ ചെന്ന് വീണു. അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളുമെല്ലാം നിലത്ത് വീണ് പൊട്ടി. എടി അഹങ്കാരി, എന്താ നീ കാണിച്ചത്? മകളെ അയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതുപോലും വാസുദേവന് പ്രശ്നമല്ലായിരുന്നു. അത് കേട്ട് ദേഷ്യം വന്ന നീലിമ ടേബിളിലിരുന്ന വെള്ളമെടുത്ത് അച്ഛന്റെ മുഖത്തൊഴിച്ചു. എന്നിട്ട് പുറത്തേക്കോടി. പിടിക്കട അവളെ! വാസുദേവൻ കൂട്ടാളികളോട് അലറി. വാസുദേവന്റെ ഗുണ്ടകൾ തന്നെ അന്വേഷിച്ച് നടക്കുന്നത് കണ്ട നീലിമ റോഡിന്റെ അരികിലൂടെ ഓടി. പെട്ടെന്ന് അവൾക്ക് തൊട്ടുമുന്നിൽ ഒരു വാഹനം വന്നു നിന്നു. തന്നെ പിടിക്കാൻ പുറകെ വന്ന വാസുദേവനായിരിക്കും അതിലെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. പക്ഷേ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി വന്നത് സിദ്ധാർത്ഥ വിശ്വയായിരുന്നു. അവനെ അവിടെ കണ്ട നീലിമ അമ്പരന്ന് അവനെ നോക്കി. എന്ത് നോക്കി നിൽക്കുക? വന്ന് വണ്ടി കയറും, സിദ്ധാർത്ഥ പറഞ്ഞു. നീലിമ ഒന്ന് മടിച്ചു നിന്നു. എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, താങ്ക്സ്. സിദ്ധാർത്ഥന് അത് കേട്ട് ചിരിയാണ് വന്നത്. ശരി, വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്ക് തന്നെ സഹായിച്ചേ പറ്റൂ. സിദ്ധാർത്ഥ അതും പറഞ്ഞുകൊണ്ട് നീലിമയുടെ വലതു കൈയിൽ പിടിച്ച് അവളെ വണ്ടിയിലേക്ക് വലിച്ചിട്ടു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.